പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിലെ കഴിഞ്ഞ ചൊവ്വാഴ്ച പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബുധനാഴ്ച മുതൽ ഡോക്യുമെൻറ്റുകൾ സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. നമ്മുടെ രാവിലെയുള്ള പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഓരോ ദിവസത്തിനും വേണ്ട ഡെയിലി ബ്രെഡാണല്ല ഇത്. അപ്പം നിങ്ങൾ ഇപ്പോൾ ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോകത്തില്ലേ, അപ്പോൾ ഓരോരോ വിഷയങ്ങളിൽ ഏർപ്പെട്ടില്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് ഭവന നിർമ്മാണ തടസ്സമാണ്. അപ്പം നിങ്ങൾ അതിൻ്റെ സ്കെച്ചും പ്ലാനും രാവിലെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരണം. അച്ഛൻ കുറിച്ചെടുക്കുമ്പോൾ തന്നെ ആദ്യം ഡോക്യുമെൻ്റ് പ്രാർത്ഥനയാണ്ട സമയമായിരിക്കും. നിങ്ങളുടെ സ്കെച്ച് പ്ലാനുകളും നിങ്ങളുടെ എല്ലാ രേഖകളും കർത്താവിൻ്റെ ദിവസം സമർപ്പിക്കുന്നു എന്ന് പറയും. അതുപോലെ നിങ്ങളുടെ യാത്ര, വിദേശ യാത്രയ്ക്കൊക്കെ പോകണവരില്ലേ, അവിടെ ടിക്കറ്റുകൾ എടുക്കണം. ടിക്കറ്റുകൾ, പാസ്പോർട്ട്, രാവിലെയുള്ള ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയുടെ സമയത്ത്. അപ്പോൾ തന്നെ പരീക്ഷയ്ക്ക് പോകുന്നവർ അതിൻ്റെ ഹോൾ ടിക്കറ്റ് എടുക്കണം. ആശുപത്രിയിൽ പോകുന്നവർ അതിൻ്റെ ആശുപത്രിയുടെ ബുക്കില്ലേ, ആശുപത്രിയുടെ നിങ്ങളുടെ
ഡയഗ്നോസിൻ്റെ പേപ്പർ, മരുന്ന് എഴുതി പ്രിസ്ക്രിപ്ഷൻ പേപ്പർ, ആ വിഷയങ്ങൾ രാവിലെ എടുക്കണം. ആ മേഖലകളിലെല്ലാം കർത്താവിനത് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ, ഇത് ഉടമ്പടി പ്രാർത്ഥന തന്നെ മറ്റൊരു അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറയുന്നിടത്ത് വെച്ച് മനുഷ്യൻ്റെ ഭൗതിക ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് കർത്താവിൻ്റെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി ആ വിഷയം നമ്മളെപ്പോലെ ദൈവത്തിൻ്റെ ആക്കിയെടുക്കുന്ന ഒരു സമർപ്പണ പ്രാർത്ഥനയാണ് രാവിലെ ഈ രേഖാപ്രാർത്ഥനയൊക്കെ ഉള്ളത്, ആ വിഷയം. പിന്നെ അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ ഇപ്പോൾ ഒരു പശുത്തൊഴുത്ത് കെട്ടാനാണ് പോയിടന്ന് വിചാരിച്ചു. അപ്പോൾ ആ പ്രാർത്ഥന നിങ്ങൾ കൂരേണ്ടത് ആ സ്ഥാനത്ത് പോയി നിന്നാണ് കൂരേണ്ടത്. അടുക്കള കെട്ടുന്നവരും എസ്റ്റേഷ എടുക്കുന്നവരും കാർ ഷെഡ് ചെയ്യുന്നവരും ഒക്കെ ഈ പ്രാർത്ഥന അവരുടെ ആ ഉദ്യമം, ഇപ്പോൾ ഈ നിലവിലിരിക്കുന്ന ഉദ്യമം എന്താണ്? ചിലപ്പോൾ ഒരു ചെറിയ ഷോപ്പ് ചെയ്യുന്നവരായിരിക്കും, അപ്പം അങ്ങനെയുള്ളവർ ചില പലചരക്കട ചെയ്യുന്നവരായിരിക്കും, ചിലപ്പോൾ അതിന് കച്ചവടം ഇല്ലാതിരിക്കുന്ന അവസ്ഥയായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ പ്രാർത്ഥന കച്ചവട സ്ഥലം അടുത്താണെങ്കിൽ, കച്ചവട പീടിയൊക്കെ അടുത്താണെങ്കിൽ ആ ഷോപ്പിൽ പോയി നിന്ന് ആണ് ഈ പ്രാർത്ഥന കൂടേണ്ടത്. അപ്പോൾ എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം, അത് ആ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി വേണം ഈ പ്രാർത്ഥന. അങ്ങനെ ഗുരുതരമായ വിഷയങ്ങളിരിക്കുന്നവർ, ഇപ്പോൾ കോടതിയിലെ കേസ് നടക്കണില്ലേ, അപ്പോൾ കേസ് നടക്കുന്നുണ്ടെങ്കിൽ കേസിൻ്റെ സമൻസ് ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ വക്കീലിന് കൊടുത്തിരിക്കുന്ന വക്കാലത്ത് ആ കേസിൻ്റെ അതിൻ്റെ കോപ്പി, എന്താണ് കോടതിയുടെ കോപ്പി കയ്യിലുള്ളത് അത് കയ്യിലുണ്ടാകണം. സ്ഥലം അളക്കുക, സ്ഥലം കൊടുക്കുക എന്നുള്ളത് എന്തെങ്കിലും പ്രമാണം ഉണ്ടായാൽ മതി കയ്യിൽ. അതിൻ്റെ എഗ്രിമെൻ്റ് പേപ്പർ, പിന്നെ ഇൻ്റർവ്യൂവിനൊക്കെ പോവുകയാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടാകണം, ഫയലുണ്ടാകണം. അപ്പം ഇങ്ങനെ എല്ലാ ദിവസവും ഈ പ്രാർത്ഥന ഇതിൻ്റെ കൂടെ വരും. ഈ നമ്മുടെ രാവിലെയുള്ള ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയുടെ കൂടെ ഈ വിഷയങ്ങൾ രേഖകൾ സമർപ്പിക്കുന്ന സമർപ്പണ പ്രാർത്ഥന ഉണ്ടാകും. അത് നിങ്ങൾക്ക് മുട്ടനിക്കാൻ പറ്റുന്നൊരു മുട്ടയെന്ന് തന്നെ അത് പ്രാർത്ഥിക്കണം. ആദ്യത്തെ ഭാഗം അച്ഛൻ കുറിച്ചെടുക്കുമ്പോൾ തന്നെ ഉള്ളത് ആദ്യമേ തുടങ്ങുന്നത് ഇതുപോലെയുള്ള രേഖകളെ സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. അതിനുശേഷമാണ് പിന്നീട് രോഗികളെയൊക്കെ സംബന്ധിച്ച് ജീവിത വിഷയങ്ങളെ സംബന്ധിച്ച് പോകുന്നത്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അതിൽ അപ്ഡേഷൻസാണ് വന്നിരിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. രേഖകളുള്ളവരൊക്കെ രേഖകൾ കയ്യിലെടുക്കുക. കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അങ്ങയുടെ മക്കൾ അവരുടെ ജീവിതത്തിൽ ഇന്ന് ഉതകണ്ട, ഇന്ന് ബാധ്യതപ്പെടേണ്ട എല്ലാ ജീവിതരേഖകളുമായിട്ട് കർത്താവ് അങ്ങയുടെ തിരുസേനയെ കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് പരീക്ഷയ്ക്ക് പോകുന്നവരെ, റിസൾട്ട് നോക്കാൻ പോകുന്നവരെ, ഇൻ്റർവ്യൂവിന് പോകുന്നവർ, വിദ്യാർത്ഥികൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് പോകുന്നുവോ അവരുടെ രേഖകളെല്ലാം ഇപ്പോൾ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ രേഖകളുടെ മേലെല്ലാം നിൻ്റെ തിരുമുറുവാർന്ന് വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയെ പരിശുദ്ധമേ ദേവമാതാവേ, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാനായിലെ കല്യാണ കുടുംബത്തിലെ കർത്താവിൻ്റെ കൃപയുടെ വാഹകയായി നിന്നവളെ, മക്കൾക്ക് പലപ്പോഴും വിദ്യാഭ്യാസത്തെയും പഠനത്തെയും പരീക്ഷയെയും ഇൻ്റർവ്യൂവിനെയും അതിൻ്റെ ഫലപ്രഖ്യാപനത്തെ നോക്കുന്നതിനൊക്കെ പോകുന്നവർക്ക് ടെൻഷനും പലതരത്തിലുള്ള പ്രയാസവും ഒക്കെയാണുള്ളത്. ആദ്യമേ അമ്മയെ അവരുടെ മനസ്സ് സമാധാനപ്പെടുത്താനും സ്വസ്ഥപ്പെടുത്താനും നീ അവരെ ആസ്വദിക്കുക, ശക്തിപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതികൾക്കെല്ലാം കീഴ്വഴങ്ങിക്കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സുവിശേഷ സാക്ഷ്യം മുന്നേറാനുള്ള കൃപ അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പുരയിടമായിട്ട് ബന്ധപ്പെട്ട ഒരേ സമയ വിഷയങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പുരയിടത്താണെങ്കിൽ പുരയിടത്തിലാണ് വിൽക്കാൻ പോകുന്നവരുണ്ട്, വാങ്ങാൻ പോകുന്നവരുണ്ട്, അഡ്വാൻസ് കൊടുത്തവരുണ്ട്, അഡ്വാൻസ് കൊടുത്തിട്ട് അതിൻ്റെ തീർവ് നടക്കാത്തവരുണ്ട്. അങ്ങനെയുള്ളവരുടെ എല്ലാ പ്രമാണങ്ങളെയും അതുപോലെ തന്നെ അച്ചാരച്ചീട്ടിനെയും അങ്ങനെ തിരുസിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കും ദൈവമേ. അതുപോലെ തന്നെ ഈശോയെ പലതരത്തിലുള്ള കീടങ്ങൾക്ക് കൃഷിക്കുണ്ടാകുന്ന കീടങ്ങൾ, അതുപോലെ തന്നെ പലപ്പോഴും ഏലം പഴുത്തു മാറുന്നതും, അതുപോലെ തന്നെ പലതരത്തിലുള്ള മത്സ്യത്തൊഴിലാളി മേഖലയിലുണ്ടാകുന്ന കേടുപാടുകൾ, വലയുടെ കേടുപാടുകൾ, സ്ഥിരമായി കെഞ്ചി നിന്ന് പോവുക, സ്ഥിരമായി വലക്ക് കേടുപാട് വരിക, അങ്ങനെയുള്ള മേഖലകളിലുള്ള വസ്തുവകൾ, ഇംപ്യൂട്ട്സിനെ, ഉരുപ്പടികളെ, മത്സ്യബന്ധന ഉരുപ്പടികളെ അങ്ങനെ തിരുസന്നിധിയിൽ അവർ അത് നന്നായി വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയും
സുരക്ഷിതമായി അത് ഉപയോഗിക്കാൻ വേണ്ടിയും കർത്താവിൻ്റെ നാമത്തിൽ അവരെ ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആശുപത്രി പോകുന്നവരുടെ ചീട്ടുകളും അതുപോലെ തന്നെ എക്സ്റേ കോപ്പികളും സ്കാനിങ് റിപ്പോർട്ടുകളും അതുപോലെ തന്നെ മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷൻ കാർഡുകളും അങ്ങനെ തിരുസന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്താവെ, നിൻ്റെ തിരുമുറുവാൻ വരദകരം മക്കളുടെ മേലെ വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ, വിദേശ യാത്ര ചെയ്യുന്നവരെ, യാത്രയ്ക്ക് ഒരുങ്ങുന്നവരെ, അവരുടെ പാസ്പോർട്ടുകൾ, വിസ, അതുപോലുള്ള എല്ലാ വിഷയങ്ങളും കർത്താവെ അങ്ങനെ തിരുസന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈശോയെ. ഈശോ നിൻ്റെ തിരുവാർന്ന് വരദകരം, ആണിപ്പെടുന്ന അത്ഭുതകരം കർത്താവെ ഈ മക്കളുടെ ശിരസ് വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പണ പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി ഈ രേഖകളിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിലനിൽക്കുന്ന തടസ്സങ്ങളെ, ദോഷങ്ങളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ 39 വർഷത്തെ പൗരോഹിത്യത്തിൻ്റെ ശക്തിയാലും കർത്താവിനും കൃപാസനത്താരും ജീവനുടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാലും അൽത്താരിൽ നടന്ന 16 ആരാധനയുടെ ദൈവികമായ ശക്തിയാൽ ഈ രേഖകളുണ്ടാകുന്ന ഈ വസ്തുക്കൾക്കുണ്ടാകുന്ന ഈ രേഖയുടെ മേലുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളെയും, മറവി തടസ്സങ്ങൾ വരെ യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുകയും ഇതിലെ ശുഭദീർഘമായ പര്യവസാനം ഉണ്ടാകാൻ പരിശുദ്ധ ദേവമാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥനെ രേഖകളെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവെ, കണ്ണുനീരുടെ വിതയ്ക്കൊന്നും അവർ ജയഘോഷത്തോടെ കൊയ്ത കറ്റയുമായി വരുന്നു എന്നുള്ള എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയാണ്. കർത്താവെ, കണ്ണുനീരോടെ പോകുന്നവർ, ആശങ്കയോടെ പോകുന്നവർ ഉത്സാഹത്തോടെ തിരിച്ചു വരാനും അവർക്ക് ഉന്മേഷത്തിൻ്റെ അരുവിയെ പരിശുദ്ധാത്മാവിനെ, ദി ജോയ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തിൽ അവരെ പ്രത്യേകം അഭിഷേകം ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ആശീർവദിക്കുന്നു. കർത്താവ്, വാഹനം വാങ്ങാൻ പോകുന്നവരുണ്ട്, വാഹനം ഓടിക്കാൻ പോകുന്നവരുണ്ട്, അവരുടെ താക്കോലുകൾ, അവരുടെ ലൈസൻസ് അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവരെ പോകേണ്ട വഴി നിനക്ക് മുമ്പേ ഞാനൊരു ദൂതനെ അയക്കുമെന്ന് വിളിച്ചത് കർത്താവ് ആ ദൂതനെ അയച്ചു തരികയും നിൻ്റെ വഴികളെ ക്രമപ്പെടുത്തുകയും നീ സുരക്ഷിതമായി തിരിച്ചെത്തുകയും ചെയ്യാൻ ദൈവമായ കർത്താവായിരിക്കും എൻ്റെ ദൈവമെന്ന് കർത്താവ് യാക്കോബിൻ്റെ പ്രാർത്ഥന പോലെ ഈ ആ വഴി യാത്രയിൽ സുരക്ഷിതത്വം ലഭിക്കാൻ പരിശുദ്ധ ദൈവമാതാവിനെ നിങ്ങളുടെ വാഹനത്തെ സഞ്ചരിക്കുന്നവരെയും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വാഹനം ഡ്രൈവ് ചെയ്യുന്നവരെയും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. നിങ്ങളുടെ വലത്തും ഇടത്തും കൂടി പോകുന്ന മറ്റു വാഹനങ്ങളെയും മുമ്പിലും പുറകിലും വരുന്ന മറ്റു വാഹനങ്ങൾ ആകസ്മികമായി ഉണ്ടാകുന്ന അപകടങ്ങളെ ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു. Lord Jesus Christ, with the fire finger, soak with the precious blood, Lord, infuse your spirit of power and grace. ഇപ്പോൾ ജൂലൈ മാസം 25 വെള്ളിയാഴ്ച നമ്മളിതൊരു സീരിയസ് ടോക്കാണ് കേട്ടോ, അല്ലേ? കഴിഞ്ഞ ഞായറാഴ്ച തുടങ്ങിയതാണ്. ഇപ്പോൾ എന്താ പറയണത്? ദൈവത്തിന് ഇഷ്ടമുള്ളവരാകാൻ എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യമാണ്. അവനതിൻ്റെ ഉത്തരവ് എന്താണ്? അവൻ അയച്ചവനെ വിശ്വസിക്കുക. അപ്പം വിശ്വസിക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. വിശ്വസിക്കുമ്പോഴെന്ന് പറയുമ്പോൾ യേശുവിൻ്റെ വിശ്വസിക്കുമ്പോൾ ബാക്കി എല്ലാവരും വിശ്വസിക്കണ പോലല്ല. ഇപ്പം എനിക്ക് നിങ്ങളെ വിശ്വസിക്കാം, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. പക്ഷേ നിങ്ങൾ എന്നോട് നാളെ എന്ത് ചെയ്യുമെന്ന് ഇന്ന് പറയാൻ പറ്റത്തില്ല. അതെന്ന് വെച്ചാൽ നമ്മുടെ പരസ്പരമുള്ള വിശ്വാസം എന്നുള്ളത് ഭാഗികമായ അറിവിൽ അധിഷ്ഠാനമായതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസം ഭാഗികമാണ്. കാര്യം നമ്മുടെ പരസ്പര വിശ്വാസം. പക്ഷേ യേശുവിനെ നമ്മൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ, കർത്താവ് പറഞ്ഞാൽ നമ്മളെന്താ വായിച്ചത്? 2:24 വായിച്ചത് എന്താണ്? അവനാ സുവിശേഷം, അവൻ ആരെയും വിശ്വസിച്ചില്ലെന്ന്. എന്താ കാര്യം? മനുഷ്യരുള്ള എന്താണെന്ന് അവന് അറിയാമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ യേശുവിനെ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട റിസ്ക് എന്ന് പറയുന്നത് യേശുവിനെ വിശ്വസിപ്പിക്കുക എന്നുള്ള. ഞാൻ ഒരു ദൈവാനുഗ്രഹം കിട്ടി. അപ്പോൾ ഞാൻ കുറേ പ്രാർത്ഥിച്ചാണ് കൃപയില്ലാൻ വേണ്ടി കയറിയത്. അപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ വെളുപ്പിനെ പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ പൗരോഹിത്യം, ഞാനും ഒരു 39 വർഷമായി പൗരോഹിത്യത്തിൽ, അടുത്ത പോലെ 40 വർഷമാകും. ഇത്രയും നാൾ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ഏക റിസ്ക് എന്ന് പറയണത് ഞാൻ പുരോഹിതനാണെന്നുള്ളത് ദൈവത്തിന് ഒന്ന് ബോധ്യപ്പെടുത്തി എടുക്കണതാണ്. അത് ഒന്നൊന്നര പണിയാണത്. ഏക്കത്തില്ല. അതായത് ഞാൻ പുരോഹിതനാണെന്ന് പുള്ളിക്കാരൻ ഏക്കത്തില്ല. അതെന്താ വെച്ചാൽ ഈ മനുഷ്യരുള്ള എന്താണെന്ന് അവനറിയാമല്ലോ. അത് കാരണം ഈ വിശ്വാസം ഏതാണ്ട് ഇതുപോലെയാണ്. എന്താണ്? ദൈവത്തിനെ വിശ്വസിപ്പിച്ചെടുക്കാൻ വലിയ പാടാണ്. അത് എനിക്ക് കണ്ടത് ഇവിടുത്തെ ഏറ്റവും വലിയ ടഫായിട്ടുള്ള ഒരു ഡേഞ്ചറസ് സോൺ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ എന്ത് അഭ്യാസം കാണിച്ചാലും
ചില പ്രാർത്ഥനകളൊക്കെ തലകുത്തി നിന്ന് പ്രാർത്ഥിച്ചാൽ ഏക്കാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഈ 2 യോഹന്നാൻ 2:24 എന്താണ് മനുഷ്യരിലുള്ളത് എന്താണെന്ന് എനിക്കറിയാവുന്നത്. അതാണ് സംഭവം. അപ്പം അതെന്ന് പറയുന്നത് ആധ്യാത്മിക ജീവിതത്തിൽ ഏറ്റവും വലിയ പെട്ടെന്ന് ഉയരാനും അതേസമയം തന്നെ നമ്മൾ വളരാനും ഏറ്റവും നല്ല സംഭവം ദൈവത്തിനെ കൊണ്ട് നമ്മളെ വിശ്വസിപ്പിച്ചെടുക്കുകയാണ്. ഒരു വ്യക്തിയെ ദൈവം അവിശ്വസിക്കാൻ കാരണങ്ങൾ ഒന്നിതാണ്. ലൂക്ക 11:39 എടുത്തേ. അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, ഫരിസേയരായ നിങ്ങൾ കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടിപ്പാക്കുന്നു. നിങ്ങളുടെ അകമോ കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതായത് അപ്പോൾ അസസ്മെന്റ് വരുമ്പോൾ മനുഷ്യരിങ്ങനെ പുറമേ നോക്കും. മത്തായി 23:27 എടുത്തേ. കപടനാട്യക്കാരായ നിയമജ്ഞരെ ഫരിസേയരെ നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശരാണ്. ഇതാണ് നത്തിങ് മോർ നത്തിങ് ലെസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അപ്പുറത്ത് ഇനിയൊന്നും പറയാനില്ല. കാര്യമുള്ള ഈ അസസ്മെൻ്റ് എന്ന് വെച്ചാൽ വിലയിരുത്തൽ, ദൈവത്തിൻ്റെ വിലയിരുത്തലിൽ ദൈവം പുറമേ നോക്കി നമ്മളെ വിലയിരുത്തണില്ലെന്നാണ് എൻ്റെ അർത്ഥം. ലൂക്ക 11:39 അകമോ കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്താ വിഷയം എന്ന് പറഞ്ഞത്, ഇതാണ് ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു റിസ്ക് എന്ന് പറയുന്നത്. മനുഷ്യനെ ഓക്കെയാക്കാൻ നമുക്ക് എളുപ്പമാണ്. കാര്യം മനുഷ്യനെ പുറമേ കണ്ടിട്ട് എല്ലാം ഓക്കെയാണെന്ന് സർട്ടിഫൈഡ് എന്ന് പറയും. ദൈവം അകവും പുറവും കാണുന്ന കാരണം ഈ അകം എപ്പോഴും വൃത്തിയായില്ലെങ്കിൽ ഒരു വൃത്തിയില്ലായ്മ ദൈവത്തിന് ഫീൽ ചെയ്യും. അത് ബൈബിളിലെ പ്രധാനപ്പെട്ട ഒരു നിലപാടാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം എപ്പോഴും നമ്മൾ സുവിശേഷവിധമായി ജീവിക്കുക എന്ന് പറയുമ്പോൾ അകത്തിനാണ് പ്രാധാന്യം. വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ, ദൈവമാതാവ് വഴി ഈശോയോട് ഉടമ്പടി ചെയ്ത് നമ്മൾ ആധ്യാത്മികമായും ഭൗതികമായും വളർന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഡോക്ടർ ക്ലാരമ്മ ചാണ്ടിയുടെ സാക്ഷ്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഞാൻ അവരെ നേരിട്ടറിയത്തില്ല, എങ്കിലും ആ സാക്ഷ്യങ്ങൾ പറഞ്ഞതിന് ശേഷം പിന്നീട് അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അത് എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി, സാധാരണ സാക്ഷ്യം പറയുന്നവർ പറയാത്ത കുറച്ച് കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. ഒന്ന് കാരുണ്യ പ്രവൃത്തിയെക്കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ കാരുണ്യ പ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനവും കൂടി ഒരുമിച്ച് പോകുന്ന കാര്യങ്ങൾ പറഞ്ഞു. പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച് മാത്രം പറഞ്ഞു. നമ്മുടെ ജീവിതം രാവിലെ തുടങ്ങുന്നതെന്ന് പറഞ്ഞു. രാവിലെ ഒരു ചിട്ടയിലങ്ങ് തുടങ്ങുകയാണ്. 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥനയോടുകൂടി. അതിനുശേഷം നമ്മൾ ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ അരുവിയിലെ വചനമൊക്കെ വായിച്ച് ജീവിച്ച് പിന്നീട് നമ്മൾ പ്രേക്ഷിത പ്രവർത്തനങ്ങളുള്ള ദിവസം പ്രേക്ഷിത പ്രവർത്തനത്തിന് പോകും, അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തനത്തിന് പോകും. തിരിച്ച് സന്ധ്യയ്ക്ക് കയറുമ്പോൾ നമ്മൾ ഉടമ്പടി പ്രാർത്ഥന ചെല്ലും. കേരള സഭയെ ഒരു പ്രത്യേക രീതിയിൽ ദൈവം ഇങ്ങനെ ശക്തീകരിച്ചുകൊണ്ടിരിക്കുക. ഇതിൻ്റെ അടയാളങ്ങൾ നമുക്കറിയാമല്ലോ. ഇപ്പോൾ 9 ധ്യാനമാണ് നമുക്കുള്ളത്. ഇപ്പോഴേ ഡിസംബർ മാസം മുതൽ അത് ഏതാണ്ട് 11 ധ്യാനമായിട്ട് വർദ്ധിക്കും. കാരണം എല്ലാ ചൊവ്വാഴ്ചകളും അല്ലേ ഇപ്പോഴ്, എല്ലാ തിങ്കളാഴ്ചകളും. അപ്പോൾ ചില ഡിസംബർ മാസമൊക്കെ 5 തിങ്കളാഴ്ച ഉണ്ട്, 5 ചൊവ്വാഴ്ചയുണ്ട്. അപ്പോൾ അതനുസരിച്ച് ധ്യാനവും കൂടും. അപ്പോൾ ഈ ധ്യാനത്തിലൂടെ ലഭിക്കുന്ന ഉൾക്കാഴ്ച കുറേ സഹോദരങ്ങൾ ഇന്ന് സാക്ഷ്യത്തിൽ പറഞ്ഞു.
യൂട്യൂബിലൂടെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കത് പ്രേരണയായിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. ഇത് അച്ഛൻ പറയുന്നു, അച്ഛനൊരു അടയാളം അല്ലെങ്കിൽ ഉപകരണം അല്ലെങ്കിൽ ഒരു മാധ്യമമാണ്. ശരിക്കും പറഞ്ഞാൽ കൃപാസനത്തിൻ്റെ പണ്ട് മുതലുള്ള രീതി എന്ന് പറയുന്നത് കെറൂബുകളുടെ നടുവിലുള്ള കൃപാസനത്തിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുമെന്നാണ് യഹോവ പറഞ്ഞത്. ഇല്ലേ? സംസാരിക്കുന്നത് ആരായിരിക്കും? ദൈവമാണ് സംസാരിക്കണം. ഈ ദൈവവചനത്തെ വ്യാഖ്യാനിച്ച് തന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ജീവിതബന്ധിയായിട്ട് അത് വ്യാഖ്യാനിച്ച് തരുമ്പോഴാണ് ഞാനത് നിങ്ങൾക്ക് പകർന്ന് തരണത്. എന്നിട്ടാണ് അത് നമ്മുടെ പത്രത്തിൽ വരണത്. ഈ പത്രമാണ് നമ്മൾ കൊണ്ടുപോയി ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ ആരാണ് നമ്മൾ കൈമാറണത്? ദൈവത്തിൻ്റെ വചനം ആണ് കൈമാറുന്നത്. അത് വായിക്കുന്നവരെ ദൈവത്തെ ശ്രവിച്ച് അതിൽ വിശ്വസിക്കുന്നവർക്ക് അത് അടയാളമായിട്ട് മാറുകയും ചെയ്യും. ഇപ്പോൾ ഈ വിശ്വാസ നിലവാരം വർദ്ധിപ്പിക്കുന്നത് നമ്മുടെ ഒരു അൾട്ടിമേറ്റ് എയിമായിരിക്കും. കാര്യം വിശ്വാസം എന്ന് പറയണത് നമുക്കറിയാവില്ല, മേഘങ്ങളുണ്ടല്ലേ? പെയ്യുന്ന മേഘങ്ങളുമുണ്ട്, വന്ധ്യമേഘങ്ങളുമുണ്ട്. ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പെയ്യുന്ന മേഘങ്ങളുണ്ട്, നീരാവി ഘനീഭവിച്ച് മഴയായി വീഴുന്ന മേഘങ്ങളുണ്ട്, വെറും വരണ്ട മേഘങ്ങളുമുണ്ട്. വിശ്വാസവും വരണ്ട വിശ്വാസമുണ്ട്, പെയ്യുന്ന വിശ്വാസമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവകൃപ ചൊരിയുന്ന വിശ്വാസം. ഈ വിശ്വാസം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിശ്വാസം പെയ്യുന്നതാണോ അല്ലെങ്കിൽ പെയ്യാത്ത വിശ്വാസമാണോ എന്നറിയണത് എങ്ങനെയാണ്? വിശ്വാസത്തിലുള്ള ഇപ്പം മേഘം അത് പെയ്യുന്ന മേഘമാണോ പെയ്യാത്ത മേഘമാണോ എന്നറിയേണ്ടത് എങ്ങനെയാണ്? അതിൻ്റെ ഇവാപ്പറേഷൻ കണ്ടൻ്റാണ്. അതിൻ്റെ നീരാവി എന്തുമാത്രമുണ്ട് അത്രയും അത് കനം തൂങ്ങി പെയ്യുന്ന മേഘമാണ്. ഇതുപോലെ വിശ്വാസത്തിൻ്റെ കനമെന്താ? വിശ്വാസത്തിൻ്റെ കനമെന്താ? കനം വെയിറ്റുള്ള വിശ്വാസമുണ്ട്, തൂവൽ വിശ്വാസങ്ങളുണ്ട്. ഫെദർ ഫെയ്ത്ത് ഉണ്ട്. ഫെദർ ഫെയ്ത്താണെന്ന് വെച്ചാൽ ഫെയ്ത്താണ്, പക്ഷേ തൂവലിൻ്റെ ഭാരമേ കാണത്തുള്ളൂ. വിശ്വാസത്തിൻ്റെ കനം എന്താണ്? വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് ദി ഫെയ്ത്ത്? എന്താണത്? അത് സ്നേഹമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം പെയ്യുന്ന വിശ്വാസമാക്കി മാറ്റാൻ, കനമുള്ള വിശ്വാസമാക്കി മാറ്റാൻ ദൈവം എന്താ ചെയ്യണത്? കർത്താവേ, എൻ്റെ വിശ്വാസത്തെ സ്നേഹത്താൽ നിറക്കണമേ. പ്രാർത്ഥിച്ചേ, കർത്താവേ, എൻ്റെ വിശ്വാസത്തെ സ്നേഹത്താൽ നിന്നോടുള്ള സ്നേഹത്താൽ നിറക്കണമേ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. വിശ്വാസം തന്നെ സ്നേഹത്തിൻ്റെ വേറെ ഒരു രൂപമാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? വിശ്വാസം തന്നെ സ്നേഹത്തിൻ്റെ പക്ഷേ ഏറ്റവും ഡിഗ്രി കുറഞ്ഞ രൂപമാണ്. വിശ്വാസം സ്നേഹത്തിൻ്റെ ഏറ്റവും ഡിഗ്രി കുറഞ്ഞ രൂപമാണ്. ഇത് നമ്മൾ ഡിഗ്രി വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണ്? സ്നേഹത്തിൻ്റെ ഡിഗ്രി വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് വിശ്വാസത്തിൻ്റെ ഡിഗ്രി വർദ്ധിച്ചുകൊണ്ടിരിക്കും. വിശ്വാസം പ്രത്യാശയാകും, പിന്നെ വിശ്വാസം തനി സ്നേഹമായി മാറും. ദൈവിക പുണ്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണത് വിശ്വാസം ഏറ്റവും കുറഞ്ഞ സ്നേഹത്തിൻ്റെ രൂപമാണ് വിശ്വാസം. ഏറ്റവും കുറഞ്ഞ സ്നേഹത്തിൻ്റെ രൂപമാണ് വിശ്വാസം. ഇതിനെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണത് എങ്ങനെയാണ്? സ്നേഹം എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യണം? അതിനാണ് ഹോംവർക്ക് വെച്ചിരിക്കുന്നത്. ഈ സ്നേഹം അപ്ഗ്രേഡ് ചെയ്യാൻ അഥവാ വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യാനും നിങ്ങൾ എംപവർ ആൻഡ് ആംപ്ഡ് ആകാൻ വേണ്ടിയാണ്, ശക്തീകരിക്കാൻ വേണ്ടിയാണ് എന്ത് വെച്ചിരിക്കണത്? കാരുണ്യപ്രവൃത്തി വെച്ചിരിക്കണത്. കാരുണ്യപ്രവൃത്തിയൊക്കെ ചെയ്യുമ്പോൾ ഓർക്കണം അത് എന്തിനാണ്? എൻ്റെ ലെവൽ വർദ്ധിപ്പിക്കുക. എൻ്റെ ലെവൽ സ്നേഹത്തിൻ്റെ നിലവാരം ഞാൻ വർദ്ധിപ്പിക്കുക. അത് ചെയ്യണതെല്ലാം സ്നേഹത്തെ ഒരു പത്രമാണ് കൊടുക്കണമെങ്കിലും അത് കർത്താവേ നിൻ്റെ പീഡാനുഭവത്തെ പ്രതി എന്ന് പറഞ്ഞിരിക്കണം. ഈ സ്നേഹം വർദ്ധിപ്പിക്കാൻ എപ്പോഴും നല്ലത് അനുസ്മരിപ്പിക്കുന്നത് പീഡാനുഭവമായിരിക്കും. പറഞ്ഞ മനസ്സിലായില്ലേ? സ്നേഹം വർദ്ധിപ്പിക്കാൻ അനുസ്മരിക്കാൻ നല്ലത് എന്താണ്? പീഡാനുഭവമാണ്. ആരുടെ?
യേശുവിൻ്റെ പീഡാനുഭവം. എന്താ കാര്യം വെച്ചാൽ പീഡാനുഭവം എൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഡോ ദിസ് ഇൻ മെമ്മറി ഓഫ് മീ എന്നവൻ പറഞ്ഞത്. നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ പറഞ്ഞത് പീഡാനുഭവമാണ്. അവനെക്കുറിച്ച് മരണവും അല്ലേ, അവൻ്റെ സ്വയം ദാനം ഒക്കെയാണ് നമ്മൾ ഓർക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒരു പത്രം കൊടുക്കുമ്പോൾ നിങ്ങളെ ഓർക്കേണ്ടത് എന്താ? അവൻ്റെ പീഡാനുഭവം. പീഡാനുഭവത്താൽ അവൻ നേടിയെടുത്ത രക്ഷ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. എല്ലാം ഉടമ്പടിയുടെ ആ വിത്തിൽ നിന്ന് മുളച്ച് വരുന്നതാണ്. ഇതെല്ലാം ഇലയും പൂവും കായുമായിട്ട് കച്ചം പറയണതെല്ലാം അതിൻ്റെ വിത്തെന്താ? ഉടമ്പടിയാ. അവൻ പറയണത് പോലെ ചെയ്യുക. അതെപ്പോഴും മറന്നു പോകരുത്. ഉടമ്പടിയുടെ മർമ്മം മറന്നു പോകരുത്. അവൻ പറയണത് പോലെ ചെയ്യുക. പക്ഷെ അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ 2:5 യോഹന്നാൻ 2:5 അവൻ പറയണത് പോലെ ചെയ്യുക. 2:3. അപ്പം അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ, അവൻ പറയണ പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബേസിക്കായിട്ട് നമുക്ക് എന്തുണ്ടാകണം? അടിസ്ഥാനപരമായിട്ട് അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ ബേസിക്കായിട്ട് അടിസ്ഥാനപരമായിട്ട് നമുക്ക് എന്തുണ്ടാകണം? സ്നേഹമുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് വിഷയം വേണ്ടത്. ഈ ഉടമ്പടി ഓരോ ദിവസവും വർദ്ധിക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹത്തെ വർദ്ധിപ്പിക്കണം. ഇപ്പം നിങ്ങളുടെ ഉടമ്പടിയുടെ ലെവൽ അറിയണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊന്ന് വന്നാൽ മതി. നിങ്ങളെടുത്ത ഉടമ്പടിയുടെ ലെവല് അറിയണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ മതി. എന്തുകൊണ്ടാണ് നിങ്ങളുടെ കാര്യങ്ങൾക്ക് ലാഗ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. കാര്യം നിങ്ങളുടെ പച്ചത്തിരിയും നീലത്തിരിയും തമ്മിലുള്ള അകലം അറിഞ്ഞാൽ മതി. 2 തിരികൾ നിങ്ങൾ കത്തിച്ച് വെക്കുന്നു. രാവിലെ കത്തിക്കണത് നീലത്തിരി അല്ലേ, പ്രത്യക്ഷീകരണ പ്രാർത്ഥന. സന്ധ്യക്ക് കത്തിക്കണത് പച്ചത്തിരി, ഉടമ്പടി പ്രാർത്ഥന. ഇത് 2 അടുത്തടുത്താണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് കറക്റ്റായിട്ടാണെങ്കിൽ, ബാലൻസ്ഡ് ആണെങ്കിൽ ഇത് 2 ഒരു പൊക്കമായിട്ടാണ് വരേണ്ടത്. പക്ഷെ പല വീടുകളിലും എന്താ സംഭവിച്ചിരിക്കുന്നത്? നീലത്തിരി അല്ലല്ല, നീലത്തിരിയാണ് മുകളിൽ നിൽക്കണത്, പച്ചത്തിരി കത്തിത്തീർന്നിരിക്കണേ. എന്താ കാര്യം? രാവിലെ കത്തിക്കണത് എന്താണ്? നീലത്തിരി അല്ലേ? നീലത്തിരിയാണ് പലയിടത്തും കത്താതെ ഇരിക്കണത്. പച്ചത്തിരി സന്ധ്യ കത്തിക്കണതാണ്, അതാണ് കത്തിത്തീർന്നിരിക്കുന്നത്. ഒരു 5 സെൻറ്റിമീറ്റർ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം നിങ്ങളുടെ ഫലത്തിൽ കാണുന്നുണ്ട്. നിങ്ങളുടെ നീലത്തിരിയും പച്ചത്തിരിയും തമ്മിലുള്ള സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസമാണ് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത്. രാവിലെ എഴുന്നേക്കത്തില്ല, എഴുന്നേൽക്കുമ്പോൾ താമസിച്ചു പോകും. അതുകൊണ്ട് എന്ത് ചെയ്യും? പ്രത്യക്ഷിക്കേണ്ട നിങ്ങളെന്താ സംഭവിച്ചിരിക്കണമെന്ന് അറിയാമോ? ആ ഹാർട്ടാണ് പോയിരിക്കണത്. കാര്യം ഉടമ്പടിയുടെ ഹാർട്ട് എന്താ? നീലത്തിരിയാണ്, പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥനയാണ്. മറ്റത് ടാഗ് പ്രെയറാണ്. സന്ധ്യക്ക് പക്ഷിയും പട്ടിയും എല്ലാം പ്രാർത്ഥിക്കുന്നതാണ്. അത് കെട്ടിയെടുത്ത് ഉടമ്പടി ചെയ്യേണ്ട ഒരു കാര്യമില്ല. അതെല്ലാവരും പ്രാർത്ഥിക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞിട്ട് കുളത്തിൻ്റെ അകത്ത് കിണർ വരച്ചിട്ട് കുഴിച്ചിട്ട് അതിനകത്ത് വെള്ളം ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഇരിക്കും. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ പ്രാർത്ഥന എന്താ? 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ്. കാര്യം ഉടമ്പടി നിൽക്കണ എന്തിലാണ്? പ്രത്യക്ഷീകരണത്തിലാണ്. തിരുസഭ ഇത് പഠിക്കുക മാത്രമല്ല, തിരുസഭയ്ക്ക് ഇതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് 2 ലക്ഷം മനുഷ്യരാണ് ഇന്ന് കേരളത്തിൽ ലോകം മുഴുവനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. കത്തോലിക്കർ മാത്രമല്ല, പെന്തക്കോസ്റ്റ്, യാക്കോബൈസ്, ഓർത്തഡോക്സുകാർ, മുസ്ലിംസ്, ക്രൈസ്തവർ, ഹിന്ദുക്കൾ, ഹൈന്ദവ സഹോദരങ്ങൾ ഒക്കെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോഴാണല്ലോ അവർക്ക് ഉടമ്പടി ചെയ്യാൻ അനുവാദം ഇല്ലാത്തത്. ചില ഇഷ്യൂസ് ഉണ്ടായതിൻ്റെ പേരിൽ ആവശ്യമില്ലാത്ത ഒരു ആരോപണം വന്നു, നമ്മൾ മതം മാറ്റുകയെന്ന് പറഞ്ഞുകൊണ്ട്. ആരോപണത്തിൻ്റെ പേരിലാണ് സമുദായ സൗഹാർദ്ദത്തിന് വേണ്ടി തൽക്കാലം ഇങ്ങനെ ഒരു നടപടി എടുത്തിരിക്കുന്നത്. പക്ഷേ അവർക്ക് മാതാവിൻ്റെ തിരുസന്നിധിയിൽ അപേക്ഷ എഴുതിയിടാം, അവരെ ദൈവം അനുഗ്രഹിക്കും. പക്ഷേ വിശുദ്ധമായിട്ട് ജീവിക്കണം. അത്രേ പ്രശ്നമുള്ളത്. ഇപ്പം നമ്മുടെ വിഷയം എന്ന് പറയണത്, നമ്മൾ ദൈവത്തോട് ചെയ്തിരിക്കുന്ന ഒരു പ്രതിജ്ഞ ഉണ്ട്. ആ പ്രതിജ്ഞ നമ്മൾ ഉടമ്പടിയാണത്. അത് രാവിലെ എഴുന്നേക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ കൂടി കിടന്നുറങ്ങണം. ശരിക്കും ഈ 5:30 എഴുന്നേക്കണമെങ്കിൽ 5:30 പ്രാർത്ഥനയ്ക്ക് വരെയും നമ്മൾ 4 മണിക്ക് 5 മണിക്ക് നമ്മൾ ഫ്രഷായിരിക്കണം. എന്നാൽ 5:30 പ്രാർത്ഥന നടക്കത്തുള്ളൂ. 5:30 പ്രാർത്ഥനയാണ് ഇതിൻ്റെ മെയിൻ മർമ്മം എന്ന് പറയണത്.
അവിടെയാണ് വിഷയം. അതാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന. വൈകുന്നേരത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഉടമ്പടി പ്രാർത്ഥനയാണ്, ടാഗ് പ്രയറാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു വിശ്വാസം കൊണ്ട് മാത്രം നിങ്ങളുടെ കാര്യം നടന്നില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ എല്ലാവരുടെയും കൂടി കൃപാസനത്തിൽ നടക്കണ മുഴുവൻ പ്രാർത്ഥനകൾ അതിലേക്ക് ടാഗ് ചെയ്യുകയാണ് ചെയ്യണത്. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതുകൊണ്ട് മറ്റുള്ളവരുടെ പ്രാർത്ഥന നമ്മളുടെ ആവശ്യത്തിലേക്ക് ടാഗ് ചെയ്യുന്നതാണ് സന്ധ്യയ്ക്ക് നടക്കുന്ന പച്ചത്തിരി ഉടമ്പടി പ്രാർത്ഥന. പക്ഷേ ഇതിന് മർമ്മ പ്രാർത്ഥന ഏതാ? രാവിലെയുള്ള പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ്. ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉടമ്പടി വന്നിരിക്കുന്നത്. ഇപ്പോൾ വത്തിക്കാനിലൊക്കെ ആമസോൺ സിനഡ് കഴിഞ്ഞപ്പോഴേ അവിടെ ഒരു ഗർഭിണിയുടെ രൂപം എഴുന്നള്ളിച്ചില്ലേ, അതിൻ്റെ പേരെന്താ? പച്ചമാമ അല്ലേ? നിങ്ങൾ ഗൂഗിൾ അടിച്ച് നോക്കിക്കുക പച്ചമാമ എന്താണെന്ന്. അത് മദർ ഓഫ് ടൈം എന്ന് പറയുന്ന ഒരു ബ്രസീലിയൻ ഗോത്രവർഗങ്ങളുടെ വിഗ്രഹാരാധനയാണ്. ഈ മദർ ഓഫ് ടൈം എന്ന് പറയുന്ന ഏഴാകൂടം സഭയിൽ ഇന്നല്ലെങ്കിൽ നാളെ വരും. അതുകൊണ്ട് അതല്ല മദർ ഓഫ് ടൈം, യഥാർത്ഥ മദർ ഓഫ് ടൈം പരിശുദ്ധ അമ്മയാണെന്ന് കൃപാസനത്തിലാണ് ലോകത്തിൽ ആദ്യമായിട്ട് ദൈവം നമ്മളെ വെളിപ്പെടുത്തിയ സ്തുതിക്കട്ടെ ഹല്ലേലൂയ. അപ്പോൾ ഈ കാലത്തിൻ്റെ സൂചനകളെ നോക്കിക്കൊണ്ട് വേണം വിശ്വാസി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ. ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് മാതാവിൻ്റെ മനസ്സ്. സമയഘടികാരം ചാർത്തിക്കൊണ്ട് എന്തുകൊണ്ട് സമയഘടികാരം കാണിച്ചു? മാപ്പാപ്പാടെ ഒരു പേഴ്സണൽ വീഡിയോ കോൺഫറൻസ് ഉണ്ട്. അതിൽ പരിശുദ്ധ പിതാവ് പറയുന്നുണ്ട്, ഇറ്റ്സ് എ സീക്രട്ട് സംതിങ് സം ട്രബിൾ ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്ന് പറയുന്നുണ്ട്. എന്തോ ദുരന്തമുണ്ടാകാൻ പോകുന്നു. ഞാനത് ഉടനെ നെറ്റിൽ നിന്ന് അപ്ലോഡ് ചെയ്തെടുത്തിട്ട് എൻ്റെ വാട്സപ്പിലാക്കിയിട്ടുണ്ട്. മാർപ്പാപ്പ പറയുന്ന പേഴ്സണൽ, ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന പേഴ്സണൽ കോൺഫറൻസാണ്. നമ്മൾ സാധാരണ ലൈവ് പോകത്തില്ലേ, സാധാരണ വീഡിയോ, അങ്ങനെ ഒരു സെക്ഷനുണ്ട്. അതിൽ പരിശുദ്ധ പിതാവ് പറയുന്നുണ്ട്, ഇറ്റ്സ് എ സീക്രട്ട് സം ട്രബിൾ ഈസ് ഗോയിങ് ടു ഹാപ്പൻ. എന്തോ ദുരന്തമുണ്ടാകാൻ പോണ്. പപ്പായുടെ ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഓർത്തത് 2004 ഡിസംബർ 7 സമയഘടികാരം കാണിച്ചുകൊണ്ട് അമ്മ എന്താ പറഞ്ഞത്? എന്തോ ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണം. അത് സുനാമിയല്ലേ, സുനാമി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞാണ് ഞാൻ 10 കൊല്ലം കളഞ്ഞത്. അതിനാണ് എനിക്ക് വാടിപ്പെട്ടി വെച്ച് പണി കിട്ടിയത്. അനങ്ങാൻ പറ്റില്ല, കയറാൻ പറ്റില്ല. 5 മിനിറ്റിനുള്ളിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്നു. ആ പ്രത്യക്ഷീകരണം പ്രാർത്ഥിച്ചവനൊക്കെ സാക്ഷ്യം പറഞ്ഞു. സാക്ഷ്യം ഇങ്ങനെ തുടരുകയാണ്. ഹല്ലേലൂയ. ആ ദുരന്തം എന്ന് പറയുന്നത് പാഥിമാസിക്കട്ട് പോലെയോ എന്താണെന്ന് സഭയല്ലേ പറയേണ്ടത്? ലോകത്തിൻ്റെ അവസാനമാണോ, കർത്താവിൻ്റെ രണ്ടാം വരവാണോ, എന്താണെന്ന് പറയേണ്ടത് ആരാണ്? സഭയാണത് പഠിച്ച് പറയേണ്ടത്. അതിനാണ് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന നമ്മളെല്ലാവരും ചെല്ലണത്. അതുകൊണ്ട് ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന നിങ്ങളുടെ നീലത്തിരി ഇപ്പോഴും അധികം കത്താതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷയത്തിന് സമാധാനം ഉണ്ടാകാൻ താമസിക്കും. നിങ്ങളായിട്ട് നിങ്ങൾക്ക് വിഷയം ഉണ്ടാക്കരുത്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ യോഹന്നാൻ 2:3 അനുസരിച്ചുകൊണ്ട് അവൻ പറയണ പോലെ ചെയ്ത് കർത്താവിൻ്റെ കാരുണ്യപ്രവൃത്തിയുടെ, കർത്താവിൻ്റെ ലോകത്തേക്ക് കൊടുക്കുന്ന പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ സാക്ഷ്യം നമ്മൾ ജീവിക്കുമ്പോൾ ഇറ്റ് മസ്റ്റ് ബി ഡൺ ഔട്ട് ഓഫ് ലവ്. അതെങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? കർത്താവിനോടുള്ള സ്നേഹത്താലാണ് ചെയ്യേണ്ടത്. ഈ സ്നേഹത്താൽ ചെയ്യുന്നതനുസരിച്ച് നിങ്ങളെ ഉടമ്പടി ചെയ്യുന്നവരുടെ സ്നേഹനിലവാരം വളരെ ചിട്ടയായ രീതിയിൽ വളരും. ഉടമ്പടി ഞാൻ കറക്റ്റായിട്ട് ഇപ്പോഴേ എന്ത് ചെയ്തിരിക്കണത്? 90 ദിവസമാണ് ഉടമ്പടിയുടെ പ്രഖ്യാപിത ടൈം. അത് കറക്റ്റ് ചെയ്ത് തന്നെ നിങ്ങൾ പോകണം. ബാക്കി നിങ്ങൾക്ക് സമയം അത് പുതുക്കി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ സമയവും നിങ്ങളുടെ സൗകര്യമൊക്കെ നോക്കിയിട്ടാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പുതുക്കി കണ്ടിന്യൂ ചെയ്യാൻ സമയമുള്ളവർ, അതിനുള്ള അത്രയും വിശ്വാസദാർഢ്യമുള്ളവർ ചെയ്യണം. ചില ആൾക്കാർ അച്ഛനെ കാണാൻ വേണ്ടി പുതുക്കി കൂട്ടണുണ്ട്. അതാണ് വന്നിരിക്കുന്ന അബദ്ധം. ഉടമ്പടിയുടെ ഉദ്ദേശം അച്ഛനെ കാണുകയല്ല, മറിച്ച് ദൈവവുമായിട്ട് അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കണം? നമ്മുടെ സ്നേഹം വർദ്ധിക്കണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. 14:23 യോഹന്നാൻ്റെ സുവിശേഷം
ഒന്ന് പറഞ്ഞ്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന എൻ്റെ വചനം പാലിക്കും. അപ്പം അവൻ പറഞ്ഞതുപോലെ ചെയ്യണത് ആരാണ്? ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. അപ്പം നിങ്ങൾ കാരുണ്യ പ്രവർത്തി ചെയ്യുമ്പോൾ, നിങ്ങൾ ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ചോദിക്കണം, കർത്താവ് ഇത് ഞാൻ ചെയ്യുമ്പോൾ ഇതനുസരിച്ച് കൊണ്ട് ഉടമ്പടിയല്ലല്ലോ നമ്മുടെ ലക്ഷ്യം, ആണോ? അല്ല, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അതാ 1 Corinthians 14:1 അല്ലേ? സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. ഉടമ്പടിയല്ല നമ്മുടെ ലക്ഷ്യം, ദൈവസ്നേഹമാണ് നമ്മുടെ ലക്ഷ്യം. പത്രം കൊടുക്കുമ്പോഴും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോഴും കാരുണ്യപ്രവൃത്തി ചെയ്യുമ്പോഴും സ്നേഹമായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. അങ്ങനെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നീ നിറഞ്ഞ സ്നേഹമുള്ള ദൈവപൈതലോട് തോന്നിയാൽ പിന്നെ ദൈവം നിന്നെ എങ്ങനെ പിരിയാം? ഇതിനുള്ളിൽ നമ്മൾ പാപങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ടല്ലേ? പാപങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ട്. എന്തിനാണ് പാപങ്ങൾ ഉപേക്ഷിക്കുന്നത്? പാപങ്ങൾ ഉപേക്ഷിക്കണേ എന്തുകൊണ്ടാണ്? അതായത് അധർമ്മം വർദ്ധിക്കുമ്പോൾ സ്നേഹം തണുത്തു പോകും. അതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? പാപം ഉപേക്ഷിക്കണത് എന്തുകൊണ്ടാണ്? ഉടമ്പടി നമ്മൾ പാപം ഉപേക്ഷിക്കണില്ലേ? 3 പാപങ്ങൾ വെച്ച് ഓരോ മാസം അല്ലെങ്കിൽ ഓരോ ഘട്ടത്തിൽ 3 പാപങ്ങൾ വെച്ച് നമ്മൾ ഉപേക്ഷിക്കുന്നു. എന്തുകൊണ്ടാണ്? പാപം അല്ലെങ്കിൽ അധർമ്മം. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 24:12. മത്തായി ശ്ലീഹ 24:12 ഒന്ന് പറഞ്ഞ്, അധർമ്മം വർദ്ധിക്കുമ്പോൾ സ്നേഹം തണുത്തു പോകും. പ്രൈസ് ദി ലോർഡ്. സ്നേഹം ചൂടായി നിർത്താൻ വേണ്ടിയാണ് പാപങ്ങളെ നമ്മൾ ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ശ്രുതികട ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ സ്നേഹം വർദ്ധിക്കുമ്പോഴേ, ഇപ്പോൾ കാരുണ്യപ്രവൃത്തി ചെയ്ത്, അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത്, പാപം ഉപേക്ഷിച്ച്, ദൈവത്തോട് പ്രാർത്ഥിച്ച്, വചനം കേട്ട്, വചനം പാലിച്ച്, അങ്ങനെ പടിയായിട്ട് സ്നേഹം വർദ്ധിക്കുമ്പോൾ എന്നാ പറ്റണം? ഈശോ പറഞ്ഞ എന്താ? നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ, അവൻ പറയണ പോലെ ചെയ്താൽ എന്തു ചെയ്യും? നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അതാണ് യോഹന്നാൻ 2:3, യോഹന്നാൻ 15:10 ബന്ധമുണ്ട്. നിങ്ങളെൻ്റെ കൽപ്പന പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. യോഹന്നാൻ 15:10 ഒന്ന് പറഞ്ഞ്, നിങ്ങൾ എൻ്റെ കൽപ്പന പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അപ്പം അവൻ പറയണ പോലെ ചെയ്യുമ്പോഴേ, അവൻ്റെ വചനം പാലിക്കുമ്പോഴേ നമ്മൾക്ക് എന്താ സംഭവിക്കണത്? നമ്മൾ നമ്മുടെ സ്നേഹത്തിൽ നിലനിൽക്കുന്നു. വീണ്ടും അധർമ്മം വന്നാലോ സ്നേഹം തണുത്തു പോകും. അപ്പം ലവ് ലെവല് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശു സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ ഈ 1 Corinthians 14:1 എന്താണ്? സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അത് ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്കായാലും ഭൗതിക ജീവിതത്തിനായാലും നിത്യതയ്ക്കായാലും ഈ ഒരൊറ്റ വിഷയത്തിനാണ് വിശ്വാസി പരമമായ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇപ്പോൾ 15:7 യോഹന്നാൻ്റെ സുവിശേഷം ഈശോ ഇടയ്ക്ക് നമ്മൾ പറയണതാണ്. എന്നാ പറയണതാണ്? നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിന്നാൽ, നിങ്ങൾ എൻ്റെ വചനം പാലിച്ച് എൻ്റെ സ്നേഹത്തിൽ നിലനിന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇഷ്ടമുള്ളതാണ് ചോദിക്കാൻ പറ്റണത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ദൈവസ്നേഹത്തിൽ നിലനിന്നാൽ കർത്താവ് പറഞ്ഞു ഇഷ്ടമുള്ളത് ചോദിക്കാം. ദൈവസ്നേഹത്തിൽ നിലനിൽക്കാതെ ഇഷ്ടമുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ആൾ കളിക്കാനോ അധികാരത്തിനോ അഹങ്കാരത്തിനോ ലോകാരൂപിയാവും. ഇപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്. 15:7 ഈശോ എന്നാ പറഞ്ഞത്? നിങ്ങൾ എൻ്റെ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിന്നാൽ ഇഷ്ടമുള്ളത് ചോദിക്കാം. കാനഡയിൽ പോകണമെങ്കിൽ എവിടെ പോകണമെങ്കിൽ ചോദിക്കാം. നിൻ്റെ ജോലി, വീട്, അതൊന്നും പ്രശ്നമല്ല. കാര്യം എന്താ? ദൈവത്തിൻ്റെ സ്നേഹത്തിലാണ് നിലനിൽക്കുന്നൊരു വ്യക്തിക്ക് അഹങ്കാരിയാകാനോ മത്സരബുദ്ധിയുള്ള ആളാകാനോ പറ്റത്തില്ല. അപ്പോൾ അഹങ്കാരിയും മത്സരബുദ്ധിയും അല്ല എന്നുണ്ടെങ്കിൽ അതായത് നിനക്കിഷ്ടമുള്ളത് ചോദിക്കാം. കാര്യം എന്താ? നീ ചോദിക്കണത് മറ്റു മനുഷ്യരുടെ മുമ്പിൽ ആളാകാനോ മറ്റു മനുഷ്യരെക്കാൾ ജയിക്കാനോ അല്ല. മത്സരങ്ങൾ വരുമ്പോഴാണ് നേരെ താഴെ പോകും, ദൈവസ്നേഹം കുറഞ്ഞു പോകും.
നിങ്ങൾ മത്സരത്തിലാണ് നിങ്ങൾ വീട് വെക്കണമെന്നുണ്ടെങ്കിൽ അത് ലോകാരൂപിയിലാണ് വീട് വെക്കണത്. നിങ്ങൾ മത്സരത്തിലാണ് വണ്ടിയുടെ ബ്രാൻഡ് വാങ്ങിച്ചിട്ട് കമ്പനി മാറണമെന്നുണ്ടെങ്കിൽ അത് ലോകാരൂപിയിലാണ്. അളിയനുമായിട്ടോ അയൽവാസിയുമായിട്ടോ മത്സരം വന്നാൽ നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹത്തിലല്ല നിലനിൽക്കുന്നത്, ലോകത്തിൻ്റെ സ്നേഹത്തിലാണ് നിലനിൽക്കുന്നത്. ലോകത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം, പക്ഷേ ദൈവത്തിന് പ്രയോജനം ഉണ്ടാകത്തില്ല. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിത്യതയ്ക്കാണ് പ്രശ്നം വരാൻ പോണത്. ലോക സ്നേഹത്തിലാണ് നിങ്ങളെ ജീവിതത്തെ കൈകാര്യം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പ്രതിസന്ധി വരാൻ പോണത് എവിടെയാണ്? ലോകത്തിലല്ല, നിത്യതയിലാണ്. എന്താ കാര്യം? നിത്യത എന്ന് പറഞ്ഞാൽ എന്താ? ഏകസത്യ ദൈവമായി നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ. അല്ലേ? 17:3 യോഹന്നാന്റെ സുവിശേഷം. ഒന്ന് പറഞ്ഞ്, ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ. അപ്പോൾ നിത്യജീവൻ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവ് കൊണ്ട് ദൈവത്തെ അറിയുകയാണല്ലോ. അറിയണത് എങ്ങനെയാ? സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, അല്ലേ? 1 യോഹന്നാൻ 4:8 എന്താ പറയണത്? സ്നേഹിക്കാത്തവൻ പറഞ്ഞ് ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അപ്പം എങ്ങനെയാണ് അറിയണത്? സ്നേഹം കൊണ്ടാണ് അറിയണത്. നിത്യജീവൻ എന്ന് പറഞ്ഞ പോലും. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, ഈ ആത്മാവിൻ്റെ കൊഗ്നിറ്റീവ് പവറില്ലേ, കൊഗ്നിറ്റീവ് പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാനുള്ള സംവേദനക്ഷമത. ആത്മാവിനെ അറിയാൻ. ഇപ്പം നമ്മളെ നാക്കില്ലേ, നാക്ക് 5 വയസ്സുകാരൻ ഒരു മിഠായി തിന്നു, 50 വയസ്സുകാരൻ മിഠായി തിന്നു, ഒരു മധുരമാണ് അല്ല. എന്താ കാര്യം? ഒരു മിഠായി, ഒരു കമ്പനിയുടെ മിഠായി തന്നെ 5 വയസ്സുകാരൻ തിന്നു, ഹായ് എന്നും പറയോ, എന്ത് മധുരമെന്ന്. അത് തന്നെ 50 വയസ്സുകാരൻ തിന്ന് അത്രയും മധുരം തോന്നത്തില്ല. എന്താ കാര്യം? 50 വയസ്സ് ജീവിച്ച് കഴിയുമ്പോൾ ഈ നാവിൻ്റെ ടേസ്റ്റ് ബഡ്സില്ലേ, രസന ഗുളികകൾ, ബഡ്സുകളെല്ലാം തേഞ്ഞിട്ട് സംവേദനം കുറഞ്ഞിരിക്കും. ഈ രുചി ഭേദങ്ങളെ ഈ നാവ് ഡിക്റ്റേറ്റ് ചെയ്ത് ബ്രെയിനിലേക്ക് കൊടുത്തിട്ട് തലച്ചോറാണല്ലോ പറയേണ്ടത് മധുരമാണ് കറുപ്പാണെന്ന്. ഇപ്പോൾ തലച്ചോറിലേക്ക് ഡേറ്റ എത്തത്തില്ല. കാര്യം ഇവിടുന്ന് കിട്ടിയാൽ മാത്രമല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നാവിൻ്റെ കഴിവ് കുറയും, രുചി സംവേദിക്കാനുള്ള കഴിവ് കുറയും. ആത്മാവിന് ഇതുപോലൊരു സംവേദന രീതികളുണ്ട്. ദൈവസ്നേഹം വർദ്ധിക്കുന്നതനുസരിച്ച് കൊണ്ട് ആത്മാവിൻ്റെ സംവേദന രീതികൾ കൂടുകയും ദൈവത്തെ കൂടുതൽ അറിഞ്ഞ് ആനന്ദിക്കാൻ, അതായത് സ്വർഗീയ ആനന്ദം പോലും നിൻ്റെ സ്നേഹത്തിന് ആനുപാതികമായിരിക്കും. നിൻ്റെ ആത്മാവിൻ്റെ ഗുണമെന്ന് പറയണത് എന്താണത്? ദൈവസ്നേഹം തന്നെയാണ്. ഉടമ്പടി ചെയ്യുമ്പോൾ, ഉടമ്പടിയാണ് ജീവിക്കുമ്പോൾ നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി കൂടി ഒരു സ്വത്തവകാശം കൈവരിക്കുകയാണ്. കൈ അടിച്ച് കിടത്താണ് നിത്യതയെ സ്വന്തമാക്കാൻ ആത്മാവിന്റെ കൃപ തരണമേ. ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ. ചിട്ടപ്പെടുത്തൽ നന്ദി പറയുന്നു. ഹല്ലേലൂയ. കരങ്ങൾ വീശി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എല്ലാവരും എഴുന്നേക്കുക. ഇരിക്കുന്നവരൊക്കെ എഴുന്നേറ്റോ, സന്തോഷമായിട്ട് എഴുന്നേക്ക്. അപ്പോൾ ഇനി ചെയ്യുമ്പോഴെങ്കിലും എല്ലാം സ്നേഹത്തോടെ ചെയ്യാൻ നോക്കണം കേട്ടോ. രാവിലെ എഴുന്നേക്ക് പാടാണെങ്കിലും എഴുന്നേറ്റ് വരണം. അതിന് പറയണം ഈശോനോട്, ഈശോനെ എനിക്കാണെങ്കിൽ വയ്യ, പക്ഷേ ഞാൻ രാത്രി കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ നോക്കി കുഞ്ഞുങ്ങളെ കൂടെ ഇരുന്ന് പഠിപ്പിച്ചൊക്കെ ഇരുന്നപ്പോൾ കുറേ താമസിച്ചാണ് ഉറങ്ങിയത്. അത് കഴിഞ്ഞ് രാവിലെ എഴുന്നേക്കാൻ എനിക്ക് ഭയങ്കര ക്ഷീണമാണെന്നൊക്കെ പറയുമ്പോൾ നീ ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഈ ക്ഷീണം സഹിച്ചുകൊണ്ടാണ് നീ അത് ചെയ്യണത്. അപ്പോൾ അത് ദൈവത്തിൻ്റെ സ്നേഹത്തിലാണെന്ന് നീ ദൈവത്തോട് പറയണം. എനിക്ക് വയ്യാണ്ടാണെങ്കിൽ ഞാൻ ചെയ്യണത് നിന്നോടുള്ള സ്നേഹത്തിലാണെന്ന് പറഞ്ഞ് അതെല്ലാം കൺവേർട്ട്, നിൻ്റെ ക്ലേശങ്ങളെയും രോഗങ്ങളെയും ഒക്കെ നീ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാരി ഓവർ ചെയ്യണം. എന്നിട്ട് കർത്താവിനത് പറയണം. ഇത് ഉള്ളിൽ ഓർക്കുകയോ നാക്കുകൊണ്ട് പറയുകയോ ചെയ്യണം. പറയണ ഒരു പ്രശ്നമാണ്. കാര്യം പറയാൻ ഓർത്താൽ മാത്രം പോരാ, പറയണം. ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നല്ലേ. വായിക്കിടക്കുന്ന നാക്കിളക്കി തന്നെ ഈ സംഭവം ചെയ്യണമെന്നാണ് പറയണത്. ചുമ്മാ ഓർത്താൽ പോരാ.
എനിക്ക് നല്ല ചെറുക്കനെ കിട്ടണമെന്ന് മാത്രം മനസ്സിൽ ഓർത്തൊരു കാര്യമില്ല. കർത്താവിൻ്റെ പച്ചക്ക് പറയണം. കർത്താവിൻ്റെ പച്ചക്ക് പറയുമ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ, ആ ചേച്ചി പറഞ്ഞ പോലെ നാടൻ ഭാഷ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്, നമ്മുടെ സ്വന്തം ഭാഷ. അപ്പോൾ ഈശോക്കത് മനസ്സിലാവും ആത്മാർത്ഥമായിട്ടാണ് ഈ സംഭവം ചെയ്യണമെന്നുള്ളത്. നീ ഉപയോഗിക്കുന്ന ഭാഷയിൽ തന്നെ കർത്താവിനോട് സംസാരിക്കണം. പോളിഷ് ലാംഗ്വേജ് ഉപയോഗിക്കരുത് പ്രാർത്ഥനയ്ക്ക്. പല ആൾക്കാർക്കും സംഭവിക്കുന്നത് പോളിഷ് ലാംഗ്വേജ് പ്രാർത്ഥന നോക്കി വായിക്കൽ, അങ്ങനെയല്ലേ ആധ്യാത്മികതയൊക്കെ നമുക്ക് ഡ്രൈ ആയി പോയത്. പ്രാർത്ഥന നോക്കി വായിക്കൽ, പ്രാർത്ഥന അത് ലിറ്റർജിക്ക് ഒക്കെ ആരാധന ക്രമത്തിലാകുമ്പോൾ അതിൻ്റെ ചിട്ടയുണ്ട്. പക്ഷെ നീ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എപ്പോഴും നമ്മൾക്ക് ഹൃദയമാണ് അവിടെ സംവേദിക്കേണ്ടത്. ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ് ദൈവതിരുസനി സ്നേഹമായിട്ട്. കർത്താവ് നിൻ്റെ വാക്കിൻ്റെ ഗ്രാമറല്ല നോക്കണത്, നിൻ്റെ വാക്കിൻ്റെ എന്തുമാത്രം സ്നേഹമുണ്ടെന്നാണ് നോക്കണത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഉടമ്പടിയിലൂടെ അഭിഷേകം ചൊരിക്കാൻ, ദൈവസ്നേഹം ചൊരിയാൻ, പ്രവൃത്തികൾ ദൈവസ്നേഹത്തോടെ ആയിരിക്കാൻ, പെരുമാറ്റം ദൈവസ്നേഹത്തോടെ ആയിരിക്കാൻ അഭിഷേകം ചൊരിയണമേ. കർത്താവേ, ഉടമ്പടി ചെയ്ത ഓരോ മകനും മകളും ദൈവസ്നേഹത്താൽ വിശുദ്ധ കുർബാനയാൽ മുദ്രയിടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മളെ ലോകം മുഴുവനും ഇപ്പോഴേ ഈ ശുശ്രൂഷ കാണാൻ സാധ്യതയുള്ള, ഇന്നും നാളെയും ആഴ്ചയിൽ അടുത്ത ശുശ്രൂഷ വരുന്നവരെ, ഇത് കാണുന്നവരെ ഒരു 70,000 പേരോളം കാണാം. അപ്പോൾ അവരെല്ലാവരെയും നമ്മൾ സമർപ്പിക്കുകയാണ്. ഇപ്പോൾ ലൈവായിട്ടൊരു 3,000 പേര് ഈ ശുശ്രൂഷ ഇപ്പോഴ് ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങളെയും വിവിധ ഭൂഖണ്ഡങ്ങളിലും സംസ്ഥാനങ്ങളിലും ജില്ലകളിലും വെച്ച് ഈ ശുശ്രൂഷ ലൈവായി കാണുന്നവരെയും പ്രാർത്ഥനയിൽ കൂടുന്നവരെയും അവരുടെ ജീവിത അവസ്ഥകളെയും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് സൗഖ്യത്തിനായി, വിടുതലിനായി, സംരക്ഷണത്തിനായി, ദൈവിക ഇടപെടലിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് യൂട്യൂബിൽ ജീവിത നിയോഗം കണ്ട് പ്രാർത്ഥിച്ച് ജീവിതങ്ങൾ സമർപ്പിക്കുന്നവരെ അഭിഷേകമായ വിധം തത്സമയ സൗഖ്യം നൽകി, വിടുതൽ നൽകി അങ്ങ് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി ചെയ്തിട്ടുള്ള മക്കള്, പ്രായമായിട്ടുള്ളവർ പോലെയും ഈശോയെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ മകനും മകളും നിത്യകുർബാനയായ ദിവ്യകാരുണ്യത്താൽ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ഇപ്പോഴും ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഉദരം വല്ലാതെ ഗ്യാസ് കയറുന്നവരെ, ഭക്ഷണമൊന്നും വയറ്റി പിടിക്കാത്തവരുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ പൊളിച്ചത് കിട്ടുന്നവരെ, എരിച്ചിലുണ്ടാവുന്നവരെ, അല്പം ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ വയറ് തട്ടി വീർക്കുന്നവർ, അൾസർ രോഗികൾ, അങ്ങനെയുള്ള എല്ലാ രോഗികളും കർത്താവിൻ്റെ നാമത്തിൽ വയറിൽ കൈവെക്കുക. രോഗികൾ മാത്രം, ഉദര രോഗികൾ മാത്രമേ കൈവെക്കാവൂ കേട്ടോ. ഉദര രോഗികൾ മാത്രമേ വയറ്റിൽ കൈവെക്കാവൂ. കർത്താവേ, ഉദരത്തെ അങ്ങയുടെ തിരുസന്നിധി തന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. ലോകം മുഴുവനും ശുശ്രൂഷ പങ്കെടുക്കുന്നവർ ഉദര രോഗികളുണ്ടെങ്കിൽ ഇപ്പോഴീ അൾത്താറയിൽ നിങ്ങളിലേക്ക് ശക്തി വരേണ്ട സമയമാണ്. ഉദരത്തെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ലോർഡ് ജീസസ്, ഈശോ സ്പർശിക്കണമേ കർത്താവേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തില്, സഭയുടെ അധികാരത്തില്, കുരിശിന്റെ അടയാളത്തില്, ദൈവശക്തിയാൽ ഉദര രോഗങ്ങള് സൗഖ്യമാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമാ
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നെഞ്ചുവേദനയുള്ളവരെ, കരൾ രോഗികൾ, പാങ്ക്രിയാസിൻ്റെ അസുഖമുള്ളവരെ, ഹൃദയരോഗികൾ, അവരെല്ലാം നെഞ്ചത്ത് കൈവെക്കുക. നെഞ്ച് സംബന്ധമായ എല്ലാ രോഗങ്ങളും എപ്പോഴും ഓർക്കേണ്ട കാര്യം, നമ്മുടെ ആരാധന നമുക്ക് ആൾക്കാർ പറയുന്ന സാക്ഷ്യങ്ങളുടെ രീതി നോക്കാനാണെങ്കിൽ, നമ്മൾ ഒരു രോഗിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാലും ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ദൈവമായിട്ട് ഉടമ്പടി എടുത്തിരിക്കുന്ന കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടിയ ഒരു മധ്യശക്തിയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് സൗഖ്യമാകും. ഇന്ന് കുറേ സാക്ഷ്യം അങ്ങനെ നമ്മൾ കേട്ടില്ലേ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ള ആൾക്കാർക്കത് സൗഖ്യം, അവരേത് വിശ്വാസത്തിലുള്ള ആൾക്കാരായാലും ദൈവം അവർക്ക് കരുണ കൊടുക്കും. മുഴകളുള്ളവർ, സിസ്റ്റുള്ളവർ ആ ഇടത്ത് കൈവയ്ക്കേണ്ടതാണ്. ചിലപ്പോൾ ഗർഭാശയത്തിലാകാം, ചിലപ്പോൾ മൂത്രാശയത്തിലാകാം, ചിലപ്പോഴേ എന്തെങ്കിലും മാംസം വളരണത്, അതാണ് സിസ്റ്റ് എന്ന് പറയുന്നത്. ചെറിയ മാംസ കഷ്ണങ്ങൾ വളർന്നു വരുന്നതാണ് സിസ്റ്റ്. അതും ഗർഭാശയത്തിൽ വരും, അണ്ഡാശയത്തിൽ വരും, ചില ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളുണ്ടാകും. അപ്പം അതുകൊണ്ട് അവിടെയെല്ലാം കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. മുഴയുള്ളവരുണ്ടാവും, തൊണ്ടയിൽ മുഴയുള്ള സംസാക്ഷ്യം കേട്ടില്ലേ? അതുപോലെ കക്ഷത്ത് മുഴയുള്ളവർ, മുഴ ഇനി വേറെ കുഴപ്പമൊന്നുമില്ല, നീരിറങ്ങി കല്ലച്ച് പോയവരുണ്ടാകും, അതും മുഴയായിട്ട് വരും. അവിടെയൊക്കെ നിങ്ങൾക്ക് സ്പർശിക്കാം. പറഞ്ഞിട്ട് നിങ്ങൾ പറയണം, ഒന്ന് പറഞ്ഞേ, കർത്താവായ ദൈവമേ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയുടെ നാമത്തിൽ ഞാൻ ഈ രോഗത്തിൻ്റെ മേൽ നിന്റെ നാമത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന നിന്റെ നാമത്തിലെ ഈ ആരാധന സമയത്ത് ഞാൻ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. ഇപ്പോൾ കരകളിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന മക്കള് കർത്താവേ, അവർ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളുടെ മേലും ദൈവത്തിന്റെ കൃപ വർഷിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഉടമ്പടിയുടെ ശക്തി അങ്ങ് വല്ലാണ്ടങ്ങ് വർദ്ധിപ്പിക്കുകയാണ് മാതാവ്. അതുകൊണ്ട് നമ്മൾ കേൾക്കാത്ത കാര്യങ്ങളൊക്കെ കേൾക്കണം. 28 തവണ IELTS എഴുതിയിട്ട് തോറ്റുപോയിട്ട് പിന്നെ വന്ന് ഉടമ്പടി ചെയ്യുമ്പോഴെങ്ങനെയാണ് ജയിക്കണത്? അമ്മ ജയിപ്പിക്കണതാ. കഴിഞ്ഞ ആഴ്ചത്തെ സാക്ഷ്യം 20 കൊല്ലമായിട്ട് മക്കളില്ലാത്തവരാണ്. 2 കൊല്ലം 10 കൊല്ലം അല്ല, 20 കൊല്ലം. 20 കൊല്ലം ഒരു ഉടമ്പടി പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ അവർക്ക് 2 കുഞ്ഞുങ്ങളെ കർത്താവ് കൊടുത്ത് ഒറ്റ പ്രസവത്തിന്. ഇപ്പോഴേ ഈ മഹാത്ഭുതങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴേ നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത് വിസ്മയമല്ല ഉണ്ടാകേണ്ടത്, വിശുദ്ധിയാണ് ഉണ്ടാകേണ്ടത്. വിസ്മയം ഈ സർക്കസ് കാണുമ്പോൾ ഉണ്ടായിക്കുള്ളൂ. അതിന് നമുക്ക് കെട്ടിയെടുത്ത് ക്രിസ്ത്യാനിയാകേണ്ട കാര്യമില്ല. വിസ്മയം സർക്കസുകാരുണ്ടായിക്കുള്ളൂ. നമുക്കുണ്ടാകേണ്ടത് എന്താണ്? അടയാളം കാണുമ്പോൾ വിശുദ്ധി ഉണ്ടാകണം. കർത്താവ് ഒരു ആദ്യം മോസസിനെ വിളിക്കുമ്പോഴെന്താ പറയണത്? നീ നിൽക്കുന്ന ഇടം വിശുദ്ധമാണ്, ചെരിപ്പൂരിയിട്ട് അടുത്തേക്ക് വരാൻ. നമ്മളിലുള്ള എല്ലാവിധ അവിശുദ്ധമായ സാഹചര്യങ്ങളും വിട്ടുപേക്ഷിച്ചിട്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലണം. ദൈവത്തിന് അടുത്തും അകന്നുമില്ല, പക്ഷെ നമുക്ക് അടുക്കുകയോ അകലുകയോ ചെയ്യാം. പറഞ്ഞ മനസ്സിലായില്ലേ? സൂര്യൻ നിൽക്കണമെന്ന് ഇപ്പം തന്നെ നിൽക്കും. പിന്നെ ആരാണ്? ഭൂമിയാണ് അടുത്ത് വരുന്നതും അകന്നു പോണതും ഒക്കെ അല്ലേ? അപ്പം നമ്മളുടെ റെഗുലേഷൻ നമ്മുടെ കയ്യിലായിരിക്കേണ്ടത്. വിശുദ്ധി കൊണ്ട് അടുത്ത് വരാം എന്നുള്ളൊരു സൂചന വന്നില്ലേ ചെരുപ്പ് വരാൻ പറഞ്ഞപ്പോൾ?
അല്ലേ? ചെരുപ്പ് ഊരുകയാണെങ്കിൽ നിനക്ക് കുറച്ചുകൂടി എൻ്റെ അടുത്ത് വരാം. വിശുദ്ധി ദൈവം നൽകുന്ന ദൈവസ്നേഹത്തിൻ്റെ തന്നെ വേറെ ഒരു ജീവിത ക്രമമാണ് വിശുദ്ധി എന്ന് പറയണത്. സ്നേഹം തന്നെയാണ്. സ്നേഹം വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിശുദ്ധിയും ഒപ്പം വർദ്ധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടി നിങ്ങളെ വിശുദ്ധരാക്കും. കൈയിടിച്ച് കിടത്താണ് ചൊല്ലുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വിവാഹം ഒത്തുവരാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മക്കളില്ലാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. അപ്പോൾ മക്കളില്ലാത്തവർ ഇപ്പോഴും വീണ്ടും നമ്മുടെ യൂട്രസിൻ്റെ അവിടെ കൈവെക്കണം കേട്ടോ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്ത് കർത്താവേ, മക്കളില്ലാത്തവർക്ക് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിവാഹം ഒത്തുവരാത്തവർക്ക് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിൽ മക്കളെ ലഭിക്കുകയും അങ്ങയുടെ വലിയ ശ്രേഷ്ഠ സന്തതിയായി ജീവിക്കുവാൻ സുവിശേഷത്തെ സാക്ഷിയാക്കി മാറ്റണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, വന്ധ്യയായ എലിസബത്തിന് സന്താന ദൃഷ്ടി കൊടുത്ത ദൈവമേ, സാറായിക്ക് 90 വയസ്സിൽ സന്താന കൃപ കൊടുത്ത ദൈവമേ, സന്താന രഹിതരെ ആശീർവദി നന്ദി പറയുന്നു. ജോലിയില്ലാത്തവരെ എന്തോ ഒരു വലിയ സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടത്. ആ ജോലി കിട്ടുന്ന ആൾക്കാർക്ക് പോലും അറിയാം ഇത് കിട്ടാനുള്ള യാതൊരു സാധ്യതയുമില്ല. കർത്താവ് ഇഷ്ടമുള്ള ചോദിക്കാൻ പറഞ്ഞില്ലേ? ഇവരൊക്കെ ഇഷ്ടമുള്ളത് ചോദിച്ചാൽ എന്താ? അവിടെ ലവ് ലെവൽ വർദ്ധിച്ചിട്ടാണ്. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞത് മക്കളുടെ ലവ് ലെവൽ, സ്നേഹനിലവാരം വർദ്ധിപ്പിക്കണം. അതിനു വേണ്ടിയാണ് നമ്മുടെ എല്ലാ പ്രേക്ഷിത പ്രവർത്തനവും അവൻ പറയുന്ന പോലെ ചെയ്യണത്. അത് നിത്യത വരെ സഹായകരമാകണം. ഈ സന്ദേശം നിങ്ങൾ വീട്ടിൽ പോയി രണ്ടാമത് യൂട്യൂബിൽ നിന്ന് എടുത്ത് കേട്ട് പഠിക്കണം ഓരോ വചനങ്ങളും. ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് തൈറോയ്ഡ് രോഗികളാണ്. നിങ്ങൾ ഈ രോഗങ്ങളുടെ പേരൊക്കെ കേൾക്കുമ്പോഴേ എനിക്ക് സങ്കടം വരണം. ഇപ്പോൾ ഒരു സാക്ഷ്യം വന്നില്ലേ, സംസാരിക്കാൻ 14 ദിവസം കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കാൻ പറ്റത്തില്ലെന്ന്. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ രോഗം എനിക്കാണ് വന്നിരുന്നെങ്കിലെന്ന് ചിന്തിക്കണം. അപ്പം നമുക്ക് അവരോട് ഒരു സഹതാപവും ഒരു ദൈവത്തോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് തോന്നിപ്പോവും. എന്ത് രോഗം കേട്ടാലും ദൈവത്തോട് നന്ദി പറയണം. ദൈവമേ, ഇതെനിക്കാണ് വന്നിരുന്നെങ്കിൽ. അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അച്ഛൻ ഈ പ്രാർത്ഥനയെല്ലാം പ്രാർത്ഥിക്കണം. ഇങ്ങനെ പട്ടിക നോക്കി 2-4 പറയുകയില്ലേ? ഞാൻ ഓരോ രോഗിക്കുണ്ടാകുന്ന രോഗങ്ങൾ എൻ്റെ മനസ്സിൽ കണ്ട് അത് ഞാൻ അനുഭവിച്ച് അവരുടെ വേദന ഞാൻ ധ്യാനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിർബന്ധമായിട്ട് അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, അവരിനി വേദനിക്കാൻ പാടില്ല. നീ പ്രത്യക്ഷപ്പെട്ട മണ്ണ് എന്നോട് ചോദിക്കാൻ ഞാൻ പറയാതെ എൻ്റെ യോഗ്യത അനുസരിച്ചല്ലാതെ അമ്മ സ്വന്തം തീരുമാനം എടുത്ത് പ്രത്യക്ഷപ്പെട്ട മണ്ണാണിത്. അപ്പോൾ അമ്മ സ്വന്തം തീരുമാനം എടുത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ അത് ആശ്രയിച്ചുകൊണ്ട് ഇവിടെ നിന്നെ അവലംബപ്പെടുന്നവരെ ഇവിടുന്ന് സന്തോഷത്തോടെ പോകാൻ ഇടയാക്കണം. അതുകൊണ്ട് എല്ലാ രോഗികളുടെ മേലെ സ്പന്ദിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ക്രിസ്തുവേ, ഉന്നതമായ നാമത്തിലെ തൈറോയ്ഡ് രോഗങ്ങളെ, കോൺസെപ്റ്റ് രോഗങ്ങളെ, ശിരോവേദനകളെ യേശു ക്രിസ്തു നാമത്തിലെ സൗഖ്യം പ്രാപിക്കണേ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയം ജോലി, പിന്നെ ഡേറ്റ്, വീടില്ലാത്തവര്. ഇന്നത്തെ സാക്ഷ്യം കേട്ടില്ലേ? പുഴ ഒഴുകുന്ന സ്ഥലത്ത് 5, 6, 7 വർഷമായിട്ട് പട്ടയമില്ലാത്ത ഭൂമി. ആ പട്ടയമില്ലാത്ത ഭൂമി വീട് വെക്കാൻ അനുവാദമില്ല. അതിന് ആ പട്ടയഭൂമിയിൽ കരമടച്ച രസീതുമില്ല, വീട് വെക്കാൻ കാശുമില്ല. എന്നിട്ട് വീടൊക്കെ ഇവിടുന്ന് വന്ന് അമ്മയുടെ കയ്യിൽ 10,000 വീടുണ്ട്. അത് പട്ടയമില്ലാത്ത ഭൂമിയാണെങ്കിലും അമ്മ ഒന്ന് തീരുമാനിച്ചാൽ വിഷയം നടക്കും. അതിലെ നമ്മൾ കേട്ടത്
ഇത് ഒരു സാക്ഷ്യമല്ല, ഇങ്ങനെ കുറേ സാക്ഷ്യങ്ങളുണ്ട്. ഇപ്പോൾ വീടില്ലാത്തവർ കൈപൊക്കിക്കേ, സ്ഥലമില്ലാത്ത കൈപൊക്കിക്കേ, സ്ഥലവും വീടില്ലാത്ത കൈപൊക്കിക്കേ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ആ പുതിയ വീട് വെച്ചിട്ട് 7-ാം തീയതി 8-ാം തീയതി പ്രളയം, 7-ാം തീയതി താക്കോല് കിട്ടി, അത് വെഞ്ചരിച്ച് 8-ാം തീയതി പ്രളയമായിട്ട് പോലും വെള്ളം വന്ന് വേലിക്കൽ എത്തി നോക്കിയിട്ട് പോയി. കാര്യം എന്താ അറിയാം, അമ്മ അകത്ത് നിൽപ്പുണ്ട്, പിടിച്ച് വീഞ്ഞാക്കി എന്ത് ചെയ്യും? വെള്ളത്തിന് പണ്ട് പോലെ അനുഭവമുള്ളതാണേ. അമ്മ ആരാണെന്ന് വെള്ളത്തിന് അറിയാം, നമുക്കാണ് അറിയാൻ പാലാത്ത. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. വെള്ളത്തിൽ വീഞ്ഞാക്കി അത്ഭുതം നടത്തിയ ദൈവമേ, ഉടമ്പടി ചെയ്യുന്ന മക്കൾക്ക് തത്സമയ ദൈവാനുഭവം പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കേസിൽപ്പെട്ടവരെ, ജയിലിലായിരിക്കുന്നവർ, നിങ്ങളങ്ങനെ ഒരിക്കലും ആരെയും വിധിക്കരുത് കേട്ടോ. അവർ ജയിലിൽ കിടക്കുന്നത് അവരുടെ കയ്യിരിപ്പ് കൊണ്ടാണെന്നൊന്നും പറയരുത്. നമുക്കിതൊന്നും പറയാനുള്ള അവകാശമോ അധികാരമോ ഇല്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മുള്ളിൽ പെടേണ്ട ഒരു ആട് കണ്ട ആ ആടിനെ എടുക്കാനേ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ആടിന് അങ്ങനെ തന്നെ വേണം, കയ്യിരിപ്പ് കൊണ്ടാണെന്ന് ഇതൊന്നും നമ്മളുടെ റെഫറൻസിൽ വരുന്ന വിഷയമല്ല. അതുകൊണ്ട് ജയിലിൽ കിടക്കുന്നവരെ ഓർക്കണം. എന്ത് അവസ്ഥയിലാണ് അവരെ കിടക്കുന്നത്, ഇനി അവരുടെ കയ്യിൽ തന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും ദൈവത്തിന് അവരെ ഏറ്റെടുക്കാൻ പറ്റും. അപ്പോൾ അവരെ സംരക്ഷിക്കാൻ പറ്റും, വലിയ മനുഷ്യരാക്കാൻ പറ്റും. ഈ ജയിലിൽ കിടക്കുന്നവരൊക്കെ സാധാരണ മനുഷ്യരെക്കാൾ കഴിവുള്ളവരാണെന്നറിയാമോ? സാധാരണ മനുഷ്യരെക്കാളും കഴിവുള്ളവരാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർക്കിയിരുന്ന് ഇവിടെ നിന്നൊക്കെ കുറേ ആൾക്കാർ പോയില്ലേ, ആ ജെറ്റ് വിമാനത്തിൻ്റെ ആളൊക്കെ ഇപ്പം തകർന്ന് നാട് വിട്ട് പോയില്ലേ, 900 കോടി കടമൊക്കെ ആയിട്ട് പോയില്ലേ ഇല്ലേ? അപ്പോൾ അങ്ങനെ പോയവരെപ്പോൾ നമ്മളോർക്കും അവർ കള്ളന്മാരാണെന്ന്. അങ്ങനെയല്ല, അവർ എത്ര ആയിരങ്ങൾക്കാണ് ഇന്ത്യയിൽ ജോലി കൊടുത്തത്. എത്ര ആയിരങ്ങൾക്കാണ് ഇന്ത്യയിൽ ജോലി കൊടുത്തത്. അവരുടെ ആ ജെറ്റ് വിമാന കമ്പനി തകർന്നപ്പോൾ എത്ര ഹെയർ ഹോസ്റ്റസുമാരാണ് പട്ടിണിയായിപ്പോയത്. അവർ ജോലി ചെയ്തപ്പോൾ ആരാണ് കടമില്ലാത്തത്? കടം വരും ആർക്കായാലും. ഇങ്ങനെയുള്ളവരൊക്കെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യണം. ജനത്തിനെ നിലനിർത്താൻ കഴിവുള്ളവരെ രാജ്യം കടത്തി വിടരുത്. അത് കഴിവാണത്, അതവരുടെ കഴിവാണ്. അവർ കഴിവ് കൊണ്ടാണ് ഒരു ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കിയത്. നമ്മളൊരു വീട് കൊണ്ടുപോകാൻ നമുക്ക് എന്ത് പാടുപെടണം നമ്മളെ. അപ്പോഴൊരു ബിസിനസ് കമ്പനി കൊണ്ടുപോകാൻ അതിനൊക്കെ പാടായിരിക്കും. അപ്പോൾ അത് കഴിവുള്ളവൻ, ധൈര്യമുള്ളവൻ അതിൻ്റെ അകത്ത് സാഹസികമായിട്ട് ചെന്ന് ചാടിയിരിക്കുകയാണ്. അപ്പോൾ ചില കണക്ക് തരുകൊണ്ട് കൂട്ടർ തെറ്റിപ്പോകുമ്പോൾ ചിലപ്പോൾ സാമ്പത്തിക ബാധ്യത വരും. രാഷ്ട്രം നമ്മുടെ കഴിവുള്ളവരെ സംരക്ഷിക്കണം. എന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ജനങ്ങൾ ഇവിടുന്ന് കുറ്റിയും പറിച്ച് ലോകരാജ്യങ്ങളെല്ലാം പോയി ജോലിക്ക് തെണ്ടി നടക്കേണ്ടി വരും. ഇന്ത്യക്കാരൻ കഴിവുള്ളവന് അവന് സാമ്പത്തിക പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അത് കൊടുത്തവനെ നിലനിർത്തി അവൻ്റെ കഴിവിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്ര പുനർനിർമ്മാണത്തിനും ജനങ്ങൾക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, കർത്താവിൻ്റെ ശക്തി നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും കൽപ്പിച്ച ദൈവമേ, ജയിലിൽ കിടക്കുന്ന മക്കള്, നാട് കടത്തപ്പെട്ട മക്കള്, അവരുടെ ജീവിത മേഖലകളെ സംരക്ഷിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് PR ഒത്തുവരാത്തവരെ, വിസ ട്രബിൾസ് ഉള്ളവരെ, ഏജൻസിക്ക് പൈസ കൊടുത്തിട്ട് വിസ കിട്ടാൻ താമസിക്കുന്നവരെ, പലതരത്തിലുള്ള IIT OIT പോലുള്ള നൈപുണ്യ പല മത്സര പരീക്ഷകൾ, യോഗ്യത പരീക്ഷകൾ, നൈപുണ്യ പരീക്ഷകൾ അതെല്ലാം എഴുതിയിരിക്കുന്നവരെ, എഴുതാൻ പോകുന്നവരെ, അവരതിനുവേണ്ടി ഉടമ്പടി എടുത്തിട്ടുള്ളവരുടെ മേലെല്ലാം കാരുണ്യം ലഭിക്കാൻ അവരുടെ കഴിവല്ല ദൈവത്തിൻ്റെ കൃപയാൽ അവർ കരകയറാൻ കൈയുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ദൈവമേ, പരീക്ഷ എഴുതുന്ന മക്കള്, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന മക്കളെ സ്പർശിക്കണമേ കർത്താവേ. അവരുടെ തൊഴിൽ മാതൃകർത്താവേ. ശരീരം ആസകലം രോഗമുള്ളവരുണ്ടാകും, നീർക്കെട്ടലുള്ളവർ, ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകളുള്ളവർ, എത്ര മരുന്ന് കഴിച്ചിട്ട് ഒരു മാറ്റവും ഇല്ലാതെ തുടരുന്നവർ, ശരീരത്തിൽ ഇങ്ങനെ അലർജിയുള്ളവർ എല്ലാം
അവനെ ഇന്ന് പറഞ്ഞിരിക്കുന്ന രോഗിയില്ലേ, എന്താ പറഞ്ഞത്? കൊടിഞ്ഞി രോഗം പറഞ്ഞില്ലേ ഇന്ന്? മെനിഞ്ചൈറ്റിസ് അല്ലോ, മൈഗ്രെയിൻ, കൊടിഞ്ഞി രോഗമുള്ളവരെ അവരെല്ലാം ഇങ്ങനെ കുറേ കുടിഞ്ഞി രോഗക്കാർ ഇവിടെ സാക്ഷി പറഞ്ഞിട്ടുണ്ട്. 40 കൊല്ലം 20 കൊല്ലമൊക്കെ ഉള്ളവർ. അപ്പം അമ്മ ഇതെല്ലാം ഏറ്റെടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തലവേദന മാറി മാറി വരുന്നവരൊക്കെ തല കൈവെക്കുക. കാര്യം തലവേദന അത്ര ഒന്നും ചെയ്യിക്കാൻ പറ്റത്തില്ല, ഛർദ്ദിച്ച് പിരിയുള്ളത്. അങ്ങനെയുള്ളവരുണ്ട്. രോഗം വരുമ്പോൾ ഒക്കെ എന്ത് ചെയ്യും ദൈവമേ എന്നുള്ളവരുണ്ട്. അവർ തലയിൽ കൈവെക്കുക. കുടിഞ്ഞിക്കാർ, അലർജിക്കാർ, മറ്റു ശരീരം മൊത്തം ഉള്ളംകാലും ഉച്ച രോഗമുള്ളവർ അച്ഛനെ പോലെ പിണച്ച് കൈവെക്കുക. കിഡ്നി രോഗികൾ നടുവിൽ കൈവെക്കുക, നടുവിന് കൈവെക്കുക. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കർത്താവേ, എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മാരക രോഗങ്ങൾ, തിരാവേദികൾ, മനോരോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. ക്യാൻസർ രോഗികൾ, അതുപോലെ തന്നെ മനോരോഗികൾ, ഉറക്കമില്ലാത്ത കുറേ ആൾക്കാർ സുഖപ്പെട്ടിട്ടുണ്ട്. ഉറക്കമില്ലാതെ ഒന്ന് കിടന്നു നോക്കണം. 2 ദിവസം കൊണ്ട് മനുഷ്യൻ്റെ മാനസിക നിലവാരം തന്നെ മാറിപ്പോകും. അപ്പോൾ ഉറക്കമില്ലായ്മ വലിയൊരു വിഷയമാണ്. ഷുഗർ രോഗികൾ, പ്രഷർ രോഗികൾ, അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ പോണത്. ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. എപ്പോഴും നിസ്സാര ഒരു സ്വരം കേട്ട പട്ടി കുരച്ചാൽ പോലും പ്രഷർ കൂടുന്ന ആൾക്കാരുണ്ട്. അവരോടൊക്കെ നമുക്ക് വലിയ സങ്കടം തോന്നണം. അവരൊക്കെ അമ്മയുടെ പറയണം, ഇത് നിങ്ങളുടെ അമ്മക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് പറയരുത്. വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടെങ്കിൽ മതി, അത് അമ്മയോട് പറയണം. അമ്മ ഇന്ന ആൾക്കാർക്ക് ഇന്ന രോഗമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിൻ്റെ ശത്രുക്കൾക്കാണെങ്കിൽ പോലും നീ അത് പറയണം. ഇവിടെ അവരൊക്കെ സുഖമായി ജീവിക്കട്ടെ. അങ്ങനെ മനസ്സിനോട് പറ. അപ്പം നിൻ്റെ സ്നേഹ നിലവാരം വർദ്ധിക്കും. അപ്പം നിൻ്റെ നിത്യതയിൽ കർത്താവിനെ അറിയാനും നിൻ്റെ അനുദിന ജീവിതത്തിൽ കർത്താവ് ഇറങ്ങി വരാനും സാധിക്കും. അതുപോലെ തന്നെ ഈ പലതരത്തിലുള്ള പ്രണയബന്ധങ്ങളിൽ ചെന്ന് കുടുങ്ങി വരും, തല ഊരാൻ പറ്റാത്തവരൊക്കെ ഇല്ലേ. പണ്ടത്തെ പെൺകൊച്ചുങ്ങളെക്കാളും ഭയങ്കര ഒരു അപകടത്തിലാണ് പുതിയ പെൺകുട്ടികളെ. പ്രത്യേകിച്ച് ആരെങ്കിലും കയറി ലൈനാവും. അത് പെട്ടെന്നൊക്കെ നടക്കും. പക്ഷെ ഒറ്റ ആഴ്ച കൊണ്ടൊക്കെ 1-2 മാസം കൊണ്ടൊക്കെ അവർ ശാരീരിക ബന്ധമായി പോകും. ഇതാണ് ഈ കാലത്തെ ഏറ്റവും വലിയ ദുരന്തം. അതുകൊണ്ടാണ് പിന്നീട് അവർ തിരിച്ച് വിളിച്ചിട്ട് വരാത്തതിൻ്റെ കാരണം. അകപ്പെട്ടു പോകും. അത് ഭയങ്കര അകപ്പെടലാണത്. അതുകൊണ്ട് പെൺകുട്ടികൾ അച്ഛൻ പറഞ്ഞ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഒരു വായി നോക്കികളുടെ പുറകിൽ അവൻ എത്ര വലിയ ആളായാലും നീ നിൻ്റെ വിശ്വാസം വിട്ട്, നിൻ്റെ മാതാപിതാക്കന്മാരുടെ സംസാരം വിട്ട്, നിൻ്റെ വിശുദ്ധി വിട്ട് നീ കളിക്കരുത്. ശ്രദ്ധിച്ച് വിളിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ആധ്യാത്മികവും ശാരീരികവുമായ അപകടം പിണഞ്ഞിരിക്കുന്ന മക്കളെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ യേശുനാമത്തിലെ വിടുതൽ പ്രാപിക്കട്ടെ. അച്ഛനെ പെങ്ങന്മാരുടെ കാര്യം പറയാനുണ്ട്. കർത്താവിനാൾ തറയുന്നു. ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഒരു ശാരീരികമായ ഒരു വിഷയം അറിയാണ്ട് വന്നു പോയെങ്കിൽ അതിൻ്റെ പേരിൽ നിങ്ങൾ സാത്താൻ്റെ അടിമയാണ് നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾ തിരിച്ചു പോരണം. കാര്യം നിൻ്റെ ആത്മാവ് കർത്താവിൻ്റെ സ്വന്തമാണ്. നിൻ്റെ കർത്താവ് നിൻ്റെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി അവൻ ചോര ചൊരിഞ്ഞ് മരിച്ചവനാണെങ്കിൽ നിൻ്റെ ശരീരത്തിട്ട് ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നീ എപ്പോഴും വിചാരിക്കേണ്ട കാര്യം, ഇങ്ങനെ ഒരു അബദ്ധമൊക്കെ സംഭവിച്ചു എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ പേരിൽ ജീവിതകാലം മുഴുവനും അവിശ്വാസിക്കടിമയായി നിൽക്കരുത്. യു മസ്റ്റ് റിട്ടേൺ. നീ തിരിച്ചു പോരണം. അപ്പോൾ ചില പെങ്ങന്മാർ എന്നോട് ചോദിക്കുകയെ, അച്ഛാ അങ്ങനെ പോരുമ്പോൾ അതൊരു വഞ്ചനയല്ലേ എന്നും. ഞാൻ പറഞ്ഞ് യു അക്സെപ്റ്റ് ദ ലെസർ ഈവിൾ എന്ന് പറയും. കാര്യം നാളെ ചത്തുപോണ ഒരാളെ എടുത്ത് നമ്മൾ രക്ഷപ്പെടണത് നമ്മുടെ ദൈവത്തെ വഞ്ചിക്കണം കൂടി നോക്കുമ്പോൾ ഏത് വഞ്ചനയായിരിക്കും വലുത്? നിൻ്റെ ആത്മാവിന് വീണ്ടെടുത്ത കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ നീ അപമാനിച്ചുകൊണ്ട് അവൻ്റെ കുരിശിന് പുല്ലുവില കാണിച്ചു കൊടുക്കുന്നത് ആരാണ്? പിശാചാണ്. നീ ഒരു പിശാചായി മാറുന്നതാണ് നല്ലത്. മനുഷ്യനായ അനുതാപമുള്ളവനായി നിലനിൽക്കുന്നതാണ് വരുത്. മനുഷ്യനായ അനുതാപമുള്ളവൻ നിലനിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ കാലിനെ ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ, വിരലെ ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ ആ വിരൽ മുറിച്ച് കളയും നമ്മൾ. എന്താ കാര്യം? ശരീരം മൊത്തം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, അല്ലേ?
നമ്മുടെ വിശ്വാസത്തിന് വിരുദ്ധമായി നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വിശുദ്ധി നഷ്ടപ്പെട്ട സാഹചര്യം വെച്ചുകൊണ്ട് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കളയും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ കർത്താവിനോട് ഐക്യപ്പെട്ട് നിൽക്കും. അതുകൊണ്ടാണ് നീ തിരിച്ചു പോരാൻ പറഞ്ഞതിൻ്റെ കാരണം. നിൻ്റെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ വില നിനക്ക് നിത്യതയും മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഞാൻ മാതാവിനെ നേരെ കണ്ട ആളാണ്. അതുകൊണ്ടാണ് ഇത്രയും കാർക്കശ്യമായിട്ട് സംസാരിക്കുന്നത്. ശ്രുതികട ഹല്ലേലൂയ. കരമുയർത്തി മനമുയർത്തി കർത്താവേ, ഏതെല്ലാം ആഗ്രഹങ്ങളും നിയോഗങ്ങളും ഇവരിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുവോ ഉടമ്പടിയിൽ എല്ലാം ആശീർവദിക്കപ്പെടണമേ. ദൂരങ്ങളിൽ ഇരിക്കുന്നവരെ ആശീർവദിക്കപ്പെടണമേ. രോഗങ്ങൾ സൗഖ്യപ്പെടുത്തണമേ. ഈശോയെ സംരക്ഷിക്കണമേ. സമാശ്വസിപ്പിക്കും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ.